ദിനത്തിനു വേണ്ടി താവ് ചെയ്യുന്ന വലിയ കൃപകൾക്കായി അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുവാൻ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാൻ, ഒരേ മനസ്സിൽ ഒരേ ആത്മാവിൽ അങ്ങയുടെ വലിയ നാമത്തെ ഉയർത്തുവാൻ സുഗമിത സന്ധ്യാസമയത്തായി അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിഫറെന്റ് ടൈം സോൺസിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഇനി ജോയിൻ ചെയ്യാനുള്ളവരെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ 4 ദിവസം കർത്താവ് നൽകിയ എല്ലാ കൃപകൾക്കായും വചനങ്ങൾക്കായും അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ അങ്ങ് ഇറങ്ങി വന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. യുവർ പ്രസൻസ് ഷുഡ് ഗോ വിത്ത് us, Father. Your presence should bless our meeting today, Father. കർത്താവ് ചെയ്യുന്നതിനെല്ലാം അങ്ങ് വാഴ്ത്തുന്നു. വർഷിപ്പിനെ അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം, സഹായിക്കണം. കർത്താവ് ചെയ്യുന്നതിനെല്ലാം അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. ഈ മുഴുവൻ മീറ്റിംഗ്സും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ എന്നടിങ്ങളെ അപേക്ഷിക്കുന്നു. താവിന്റെ നാമം ഉയർത്തുവാൻ തക്കപ്പെടണം. താവിന്റെ ദാസനെ സഹായിക്കണമേ. ഇന്ന് വചനം സൃഷ്ടിക്കുന്ന കർത്താവിന്റെ ദാസനെ സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിഫറെന്റ് കോണ്ടിനെന്റിൽ അടിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ തിരുക്കരം അതിന്മേൽ ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ അങ്ങയുടെ കരം മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ജോൺസ് പാസ്റ്ററെയും ജോളിസിനെയും സിറ്റി ആർവസ്റ്റിനെ അടികൾ സമർപ്പിക്കുകയാണ്. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി കുടുംബമായി മിനിസ്റ്റേഴ്സ് അടിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിന്റെ നന്മയ്ക്കും സമാധാനത്തിനു വേണ്ടി അടിങ്ങൾ അപേക്ഷിക്കട്ടെ. അത്ഭുതങ്ങളൊക്കെ തവച്ചിരുന്ന ഗ്ലോറി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കട്ടെ. തവച്ചതിനെല്ലാം വാഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും ദേവദാസിമാരെയും സഹോദരി സഹോദരന്മാരെയും വേഗമന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന 5-ാം ദിനം രാത്രിയിലാണ്. പകൽ കൂടി വന്ന എല്ലാവർക്കും അറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ നല്ല സന്ദേശങ്ങളും നല്ല വചന വെളിപ്പാടുകളും സ്തോത്രം നമുക്ക് ഇടയെ തുറന്നു. വിവിധ വിഷയങ്ങൾക്കായി മധ്യസ്ഥണയ്ക്കുവാൻ ഇടയെ തുറന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ദൈവദർശനിലേക്ക് തുറന്ന മനസ്സോടെ തുറന്ന ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, നമ്മുടെ രക്ഷകനെ നമുക്ക് ഉയർത്താം. ഹല്ലേലൂയ. സകല ഭൂവാസമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആർപ്പോടെ അതേ സ്വന്തം കൈത്താള മേളത്തോടെ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. ജോബിൻ തോമസ് നമ്മുടെ ക്ഷണപ്രകാരം ഈ രാത്രി ഉണ്ട്. ഹല്ലേലൂയ. തുടർന്ന നിമിഷങ്ങൾ വർഷം ലീഡ് ചെയ്യുവാൻ ആ കർത്തദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ആ വാക്കുകളെ അവതരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ ധന്യ തിരുനാമം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിന രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ദൈവസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ദൈവദാസൻ കുടുംബം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഈ കഴിഞ്ഞ 4 ദിനരാത്രികാലം നാം അനുഭവിച്ചുകൊണ്ടിരുന്നു. ഒന്ന് പുറകോട്ട് നോക്കുമോ, കഴിഞ്ഞ ഈ 4 ദിനങ്ങളിൽ ആ കർത്താവ് നമ്മളോട് സംസാരിച്ചോ? ആ കർത്താവിൻ്റെ ശബ്ദം നാം കേട്ടോ? നാം കേൾക്കുക മാത്രമാണോ ചെയ്തത്? എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിലേക്ക് വരുത്തുവാൻ നമ്മുടെ ഹൃദയത്തിന് അനുവാദം കൊടുത്തു? ഇന്ന് രാത്രികാലം അപൂർണ ഹൃദയത്തോടെ അപ്പൻ്റെ സന്നിധിയിലേക്കൊന്ന് അടുത്ത് ചെല്ലുവാൻ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ചതാ. അപ്പനോട് ഏറ്റു പറയുമ്പോൾ, അപ്പനോട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഞങ്ങൾ പറയാതെ തന്നെ അങ്ങയ്ക്കറിയാം. എങ്കിലും ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയം ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് പകരുവാൻ, ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഒന്ന് അനുഭവിച്ചറിയുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഏൽപ്പിക്കും. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്ന് തിരുവചനം ചോദിക്കുമ്പോൾ, താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴും അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവർ മറന്നു കളഞ്ഞാലും ഇന്ന് രാത്രിയിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കും. എത്ര വേദനിച്ചെന്ന് പറഞ്ഞാലും മറന്നു കളഞ്ഞാലും മറക്കാത്ത ഒരു സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ നമുക്കുണ്ട്. ഹല്ലേലൂയ. എത്ര പേർ ഉറപ്പോടെ പറയും, അതെ, ആ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾക്കൊന്ന് രുചിച്ചറിയുവാൻ, ആ കർത്താവിൻ്റെ ദയ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് അനുഭവിച്ചറിയുവാൻ ലഭിച്ച ഭാഗ്യം അത് വലുത് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. പറഞ്ഞു വരുത്തുന്ന ഒരു സാന്നിധ്യമല്ല, മറിച്ച് നമ്മുടെ ഹൃദയം ആ കർത്താവിൻ്റെ സന്നിധിയിൽ തുറക്കുമ്പോൾ ആ ആഗ്രഹത്തോടെ, അപ്പം ഇന്ന് രാത്രിയിലും ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ആഗ്രഹത്തോടെ ചെല്ലുന്ന ഒരു കൂട്ടം ജനങ്ങളെ
അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്ന നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം എപ്രകാരം ആഗ്രഹിക്കുന്നു അപ്രകാരം വേണ്ടി വെളിപ്പെടുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേർപിരിയിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമാകും തിരുമാർവതിൽ ചാരിടും ഞാൻ ഉറപ്പോടെ. വേർപിരിയിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമാകും തിരുമാർവതിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ, വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ. വിശുദ്ധനായിടുവാൻ തിരുതേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. വിശുദ്ധനായിടുവാൻ, വിശുദ്ധനായിടുവാൻ തിരുതേജസ്സാൽ നിറച്ചിടുക. നിൻ പാതേ നടന്നിടുവാൻ നയിച്ചിടുക എന്നുമെന്നും. ലോകം കാണുവാൻ എന്നിലേശുവേ തിരുഭാവം എന്നെന്നുമേ. ലോകം കാണുവാൻ എന്നിലേശുവേ തിരുഭാവം എന്നെന്നുമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിയിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അപ്പാ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ സങ്കേതം
എൻ്റെ സങ്കേതവും ഉറപ്പോടെ, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ ആടിയനിതാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. നീ എൻ്റെ രക്ഷകനും, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. നീ എൻ്റെ രക്ഷകനും, ഇന്നു രാത്രിയിൽ ഉറപ്പോടെ, നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ ആടിയനിതാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. നീ എൻ്റെ പാലകനും, നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മറവീടവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ ആടിയനിതാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ ദേവാ, ആടിയനിതാ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോൾ, യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാ ഉറപ്പോടെ, സ്വന്തം സഹോദര
തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളി. ഇത്ര നല്ലിടയൻ, ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൻ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൻ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാ. ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റൻ പ്രിയനെ പ്രത്യാശയോടെ. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റൻ പ്രിയനെ കാണാറാ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം ഉറപ്പോടെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം ആ ഉറക്കത്തോടെ. എന്നു നീ ഇന്ന് രാത്രിയിൽ ഒരുക്കത്തോടെ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ ഉറപ്പോടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളി ഉറപ്പോടെ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ.
കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ഇന്ന് രാത്രിയിൽ ആ ഉറപ്പോടെ നമുക്കൊന്നും പറയുവാൻ കഴിയുമോ? ഇത്ര നല്ല ഇടയനായ കർത്താവ് നമ്മുടെ നായകനായുള്ളതിന്, നമ്മുടെ പാലകനായുള്ളതിന് ഇന്ന് രാത്രിയിൽ നാം എന്ത് പറഞ്ഞാലാണ് നമ്മുടെ കർത്താവിന് സ്തുതി കരേറ്റേണ്ടത്? ഈ ലോകത്തിലുള്ള താങ്ങുകൾ മാറിപ്പോയപ്പോഴും നമ്മോട് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ സ്നേഹിതർ നമ്മെ മാറ്റി നിർത്തിയപ്പോഴും മാറ്റി നിർത്താതെ ആ കർത്താവിന്റെ സ്നേഹം നമ്മെ തേടി വന്നില്ലേ? ഈ ലോകത്തിന്റെ ഇടയിൽ നമ്മെ കണ്ടെത്തിയില്ലേ? ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ നമുക്ക് പറയുവാൻ കഴിയണം, നാം കണ്ടെത്തിയതല്ല, നമ്മുടെ കർത്താവ് നമ്മെ കണ്ടെത്തിയതാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അനർത്ഥം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ, മരണത്തിന്റെ താഴ്വരയിലൂടെ സഞ്ചരിച്ചപ്പോഴും നാം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് എല്ലാം ഇവിടം കൊണ്ട് തീർന്നു, എന്നെ കാണുന്ന ഒരു വ്യക്തി പോലുമില്ല, എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തി പോലുമില്ല എന്ന് നാം പറഞ്ഞപ്പോൾ, അതിന്റെ മധ്യത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിന്റെ താങ്ങുകൾ മാറിപ്പോകുമ്പോഴും മാറിപ്പോകാതെ, മറന്നു പോകാതെ നിന്നെ സ്നേഹിക്കുന്ന ഈ വലിയ ദൈവം നീ നീറിയ അവസ്ഥയിൽ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ചില്ലേ? ദൈവ പൈതലെ, ഇന്ന് രാത്രിയിൽ നമുക്ക് ധൈര്യത്തോടെ, മാതാവേ പിതാവേ, ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, നമുക്ക് നല്ലൊരു ഇടയനുണ്ട്, എനിക്ക് നല്ലൊരു പിതാവുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മാർവോടണയ്ക്കുന്ന, ഏത് സമയത്തും നമ്മുടെ വേദനകൾ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു നല്ല ഇടം, വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മാർവിടം, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത്തെ ദിനരാത്രി കാലം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിന്റെ മാധുര്യത്തെ വർണ്ണിക്കുക, അങ്ങയുടെ സാന്നിധ്യത്തെ ഓർക്കുക, അങ്ങയുടെ വാഗ്ദത്തത്തെ ഓർക്കുക. ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവസഭയെ, ദൈവദാസനെ, കുടുംബത്തെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥകൾ അറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണം, ചിന്ത അറിയുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. തുടർന്ന് ഞങ്ങളുടെ സന്നിധിയിലായിരിക്കും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിക്കുന്ന ദൈവദാസനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ ശക്തമായി അങ്ങ് ഉപയോഗിക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ഒരു ഉറപ്പും ധൈര്യവും ബലവുമായി തീരുവാൻ കൃപ ചെയ്യണം. പ്രാർത്ഥന സ്വർഗം കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ജോബിൻ ബ്രദറെ. സ്തോത്രം. ദൈവം താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല ഗാനങ്ങളെ പാടി ദൈവത്തെ മുഖത്തുപ്പെടുത്തുവാൻ, ലീഡ് ചെയ്യുവാൻ ദാസ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. ദാസ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 5-ാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥന രാത്രി സമയം കൂടി വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും വേഗം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഹല്ലേലൂയ പകൽ ദിവസങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമുക്കെല്ലാം അനുഭവിച്ചിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുന്ന സമയങ്ങളായിരുന്നു. വിവിധ വിഷയങ്ങൾക്കായി മധ്യസ്ഥ അണയ്ക്കുവാൻ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാനൊക്കെ നമുക്കിടയായി തീർന്നു. ഹല്ലേലൂയ. അതേ പലരെയും വാക്കുകൾ ഈ പ്രാർത്ഥന അനേകർക്ക് അനുഗ്രഹമായിരുന്നു, അനേകരുടെ വിഷയങ്ങൾക്ക് പരിഹാരമായിരുന്നു. ഒക്കെയുള്ള നല്ല നല്ല സാക്ഷ്യങ്ങളും വചനങ്ങളും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒരു കാര്യം രാത്രി ധൈര്യത്തോടെ പറയാൻ കഴിയും, പ്രാർത്ഥന കേൾക്കുന്നവേ സകല ജഡം നെടുക്കിലേക്ക് വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുക മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവും നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ അതേ ഒരു തുള്ളി കണ്ണീർ പൊഴിക്കുന്നിടത്ത് അതിന് മറുപടിയുണ്ട്. അത് യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് രാത്രി നമുക്ക് ധൈര്യത്തോടെ ചെറിയാം, എന്റെ ദൈവം അവൻ നല്ല ദൈവമാ. ഹല്ലേലൂയ. അവൻ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ല ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഈ
രാത്രി ആ ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതേ ഇഷ്ട ദൈവമക്കൾ, ഇന്ന് ഒരു കാര്യം ഓർക്കണം. നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴല്ല നമ്മുടെ പ്രാർത്ഥന മറുപടി എല്ലാം ക്രമീകരിക്കപ്പെട്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എത്രയോ വാളുകൾക്ക് മുമ്പേ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ദൈവം കണ്ടെത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് റോമാൽ എഴുതി വെച്ചിരിക്കുന്നത് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. ഹല്ലേലൂയ. കാരണതോ ദൈവത്താൽ അത്രേ സകലോ സാധ്യമെന്ന് എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. ഇച്ഛിക്കായി നാം പ്രവർത്തിക്കുന്നതും തിരുഹിതം ഉണ്ടായിട്ടാ മാറ്റമില്ല കാര്യത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് രാത്രിക്കാൽ ധൈര്യപ്പെടാം. എന്റെ ദൈവത്തെ, ഹല്ലേലൂയ, അത് ഞാൻ ആശ്രയിക്കുന്ന ബലഹീനല്ല. ഹല്ലേലൂയ. അവൻ ഇത്ര വലിയ ദൈവമാ, അവൻ ഇത്ര ഉന്നത ദൈവമാ. സ്തോത്രം. എനിക്ക് ആ ദൈവത്തെ ഉയർത്തി പറയാൻ ഒരു നാണക്കേടുമില്ല. കാരണം അവൻ എന്റെ ദൈവം വലിയ ദൈവമാ. ഹല്ലേലൂയ. എന്റെ ചിന്തകൾക്ക്, എന്റെ ബുദ്ധികൾക്ക്, എന്റെ സകല പ്ലാനുകളെക്കാളും ഉത്ര ഉന്നത ദൈവം എന്റെ ദൈവം. അതിന് എത്ര 1000 10,000 കൂടി എന്റെ സ്റ്റേജിലായാലും ഞാൻ അതേ പറയത്തുള്ളൂ, ഈ ദൈവം വലിയ ദൈവമാ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി വന്ന എല്ലാവരെയും യേശുനാമം സ്വാഗതം ചെയ്യുന്നു. ഈ 5-ാം ദിവസം രാത്രിയിൽ ദൈവനെ ശുശ്രൂഷിക്കാൻ ഞാൻ ക്ഷണിക്കുന്ന ദാസനെ ഓർത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രഞ്ജൻ ചോർ നമ്മുടെ മധ്യപ്രകാരം ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ഞാൻ ഈ മീറ്റിംഗിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം ഒരിക്കൽ പോലും നോ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അപ്പോഴെല്ലാം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഈ മീറ്റിംഗിൽ നമ്മെ സ്നേഹിച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. തിരക്കുകളുടെ ഇടയിലാണ്. ഞാൻ പാസ്റ്റർ രഞ്ജിത് ജോർജിനെ മനസ്സിലാക്കിയുള്ള കാലം ഹല്ലേലൂയ ഇത്ര കർശനമായി താൻ പിടിച്ചിരിക്കുന്ന സത്യത്തിനോട് നിൽക്കുന്ന ഒരു ഭക്തനാണ്. അത് അണുവിട ചലിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു എക്സ്ക്യൂസും ആക്കാരത്തില്ല. താൻ പിടിച്ചിരിക്കുന്ന പ്രമാണത്തിന് അല്ലെങ്കിൽ ഇടത്തോ വലത്തോ അണുവിട ചലിക്കാതെ സ്തോത്രം ഇന്നും നിൽക്കുന്ന ഒരു ദൈവഭക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. US-ലുള്ള പലയിടങ്ങളിൽ ഞാൻ എന്റെ സ്നേഹിതരൊക്കെ ഉള്ളപ്പോൾ അവർക്ക് നല്ല അഭിപ്രായങ്ങൾ സ്തോത്രനോട് പറഞ്ഞ ദൈവദാസന ദൈവദാസനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്ലഹോമ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ സീനിയർ മിനിസ്റ്ററായി കർത്താവിനെ വേല ചെയ്യുന്ന, മാത്രമല്ല കേരളത്തിലും മറ്റനേക ഇടങ്ങളിലും കർത്താവിന്റെ വേലയിൽ വളരെ ശക്തനായി നിലകൊള്ളുന്ന ദൈവഭക്തനാണ് പാസ്റ്റർ രഞ്ജിത് ജോർജ്. കർത്താവ് യേശു നാമത്തിൽ ആ ദൈവഭക്തനെ ഈ മീറ്റിംഗ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവം സൂക്ഷിക്കായി സമയം വെറുതിരിക്കുകയാണ്. വളരെ പ്രാർത്ഥന രാത്രികൾ ആയിരിക്കാം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിയുന്ന എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഓൺ ചെയ്ത് സ്തോത്രം ദൈവം ശുശ്രൂഷയിൽ പങ്കുചേരണം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയായിരിക്കണം ഓർപ്പിക്കുകയാണ്. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഷ്ടം. മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. കർത്താവിന്റെ തന്നെ തിരുനാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ 5-ാമത് രാത്രി ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനീയ ദേവദാസൻ ജോൺസൺ പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ദൈവരാജ്യ വ്യാപനത്തിൽ അധ്വാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് ഈ ആയുസ്സിൽ ഒരു അവസരം കൂടെ തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രാവശ്യം കർത്താവ് ദാസൻ പറഞ്ഞതുപോലെ ഒരുമിച്ച് കൂട്ടായ്മയെ ആചരിപ്പാൻ കർത്താവ് അവസരങ്ങളെ തന്നിട്ടുണ്ട്. ആ നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയാണെന്ന് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ എനിക്ക് പറയുവാൻ കഴിയും. ഞാൻ ഒത്തിരി മീറ്റിങ്ങുകളിൽ സംബന്ധിക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ രാത്രിയിലും നിങ്ങളുടെ ഇന്നത്തെ പകലും ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ 2ാമത്തെ ഈ ശുശ്രൂഷയിലായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാവിലെ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം, എൻ്റെ ജീവിത അനുഭവത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു വിടുതലിന്റെ കൂട്ടായ്മയാണ് നിങ്ങൾ. ഒരു പ്രാർത്ഥനയുടെ മറുപടിയുടെ കൂട്ടായ്മയാണ്. അതെന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 1.5 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന്റെ തലേ രാത്രിയിലാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ചത്. ഒരു സർജറി ഇവിടെ എൻ്റെ കഴുത്തിന് ഇവിടെ
വേണ്ടതായിരുന്നു. ഒരു മെറ്റൽ പീസ് വെച്ച് എൻ്റെ കഴുത്തിങ്ങനെ ഉയർത്തിപ്പിടിക്കത്തക്കവണ്ണമുള്ള ഒരു സർജറിക്ക് വേണ്ടി ഞാൻ ടൈമെല്ലാം ക്രമീകരിച്ച്, ഡേറ്റ് എല്ലാം ക്രമീകരിച്ചതിൻ്റെ തലേ രാത്രിയിലാണ് നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് കർത്താവിനെ സൗഖ്യമാക്കിയത്. വീണ്ടും എനിക്ക് 1.5 വർഷത്തിന് ശേഷം വീണ്ടും അതിനുശേഷം എനിക്ക് ശാരീരികമായി ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായ പല്ലുവേദന, എൻ്റെ അണപ്പല്ല് പൊട്ടിയിട്ട് അതിഭയങ്കരമായ വേദന, ഇവിടെ നീരുമായിരുന്നു. അതിഭയങ്കരമായ വേദനയിൽ കഴിഞ്ഞ ഒരു 5 ദിവസം രാത്രിയിൽ ഉറക്കമില്ലാതെ വേദന അനുഭവിച്ചു. പല്ല് എടുത്തെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എടുക്കുവാൻ $315 വേണം. 315 നാട്ടിൽ ഈ 25,000 റുപ്പീസ് വേണം ഒരു പല്ലെടുത്ത് കളയാൻ. അതും അപ്പോയിന്റ്മെന്റ് ചോദിച്ചപ്പോൾ ഈ മാസം 10-ാം തീയതിയിലേക്കാണ് അപ്പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഐബുപ്രോഫൻ കഴിക്കണം, വേദനാസംഹാരി പെയിൻ കില്ലർ കഴിക്കാം. എന്നാൽ ആ പെയിൻ കില്ലർ കഴിച്ചിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടാകാതെ കഴിഞ്ഞ 5 ദിവസം വളരെ വേദന അനുഭവിച്ചു. ഇന്നലെ ഞാൻ പ്രസംഗിച്ചതൊക്കെ വളരെ വേദനയോടുകൂടി പല്ലിങ്ങനെ കടിച്ചു പിടിച്ചാണ്, കാരണം ഡേറ്റ് കൊടുത്തിട്ടുള്ളത് പ്രസംഗിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ കിടന്നു, സുഖമായിട്ട് ഞാൻ ഉറങ്ങി. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഇത് എൻ്റെ അനുഭവമാണ്. അനുഭവം അത് ഒരു പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാൾ വേറൊരാളുടെ സാക്ഷ്യം കേൾക്കുന്നതിനേക്കാൾ വലിയ വിഷയമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവപ്രവൃത്തി അനുഭവിക്കുന്ന ഒരാളാണ്, അത്ഭുതങ്ങളിലൂടെ നടക്കുന്ന ഒരാളാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കാണുന്നത് അനുഭവിച്ചറിഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ അത്ഭുതത്തിലൂടെയാണ് ഇന്നും ദൈവത്തിന്റെ വചനവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ കൂട്ടായ്മ ഒരു അത്ഭുതങ്ങളുടെ കൂട്ടായ്മയാണ്, ദൈവപ്രവൃത്തിയുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചോണം. ഏത് വിഷയം വന്നാലും നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ആരുടെയും ബലമോ നമ്മളുടെ ആരുടെയും കൃപയോ ഒന്നുമല്ല, അതിനപ്പുറത്ത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, അത്ഭുതങ്ങളുടെ ദൈവമുണ്ട്. കർത്താവ് പറഞ്ഞ പോലെ ഈ ദൈവത്തെക്കുറിച്ച് പറയാൻ അല്ലാതെ വേറൊന്നും പറയാൻ നമുക്കില്ല. ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ പ്രവർത്തിയിൽ വലിയവനായ ദൈവമാണ്, അവൻ വീര്യപ്രവർത്തികളുടെ ദൈവമാണ്, അവൻ മറുപടി നൽകുന്ന ദൈവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എൻ്റെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്, ആഗ്രഹിക്കുന്ന ആത്മാക്കളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവത്തെ എനിക്കറിയില്ല. കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചറിയുന്ന ഈ ദൈവത്തെ പോലെ സംസാരിക്കുന്ന, എൻ്റെ വിഷയത്തോട് ഇടപെടുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, എൻ്റെ നിരാശകളെ മാറ്റുന്ന, എൻ്റെ താഴ്ചകളെ ഉയർച്ചയാക്കി മാറ്റുന്ന, എൻ്റെ ശൂന്യതകളെ നിറവാക്കി മാറ്റുന്ന ഒരു ദൈവത്തെ എനിക്ക് വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളത് യേശുവിനെ കുറിച്ചാണ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഈ പ്രാർത്ഥന കൂട്ടായ്മ ഇത് അത്ഭുതങ്ങളുടെ കൂട്ടായ്മയാണ്. ഏത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നൊരു പ്രസംഗം കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കേണ്ട. കാരണം കഴിഞ്ഞ 4 ദിവസവും നിങ്ങൾ നല്ല ദൈവദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണങ്ങൾ കേട്ടു. മനോഹരമായ പാട്ടുകളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ഇന്നും മനോഹരമായ ഗാനങ്ങൾ പാടിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ കിട്ടുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും ആഗ്രഹത്തോടെ, കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ, വാഞ്ചയോടെ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതെ കർത്താവ് പോകില്ല. കാരണം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ വാക്യം. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിക്കും. എനിക്ക് ഭയമുള്ള ഒരു കാര്യമാണ് ഇടിമുഴക്കം. മിന്നലും ഇടിയും എനിക്ക് ഭയങ്കര ഭയമാണ്. പെട്ടെന്ന് നമ്മളെ സ്തംഭിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, നിശ്ചലമാക്കുന്ന, മുൻപോട്ട് വിടാതെ പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവമാണ് ഇടിമുഴക്കം. ഇതേപോലെയുള്ള എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, നിശ്ചലമായി നിൽക്കുന്ന, സാധ്യതകൾ നഷ്ടപ്പെട്ട് നിൽക്കുന്ന, ഒന്നും കാണാൻ കഴിയാതെ നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അതിന്റെ മറവിലുണ്ടൊരുവൻ.
നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ മറവിൽ, ദൂരെയല്ല, ആ മറവിൽ അവനുണ്ട്. എന്തിനാണെന്നറിയാമോ? അതിന്റെ നടുവിൽ സ്തംഭിച്ചു നിൽക്കുന്ന നിന്നോട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വെളിപ്പെട്ടു നിൽക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ പകച്ചു നിൽക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഭാരപ്പെടല്ലേ, അതിന്റെ മറവിൽ ദൈവം എവിടെയെന്ന് ചിന്തിക്കേണ്ട. അതിന്റെ മറവിൽ അവൻ ഉണ്ട്. അതിന്റെ മറവിൽ നിൽക്കുന്നത്, ആ പ്രശ്നത്തിന്റെ മറവിൽ നിൽക്കുന്നത് എന്നറിയാമോ? നിന്നോട് സംസാരിച്ച് നിന്നെ ബലപ്പെടുത്താൻ, മുൻപോട്ട് പോകാൻ പറയാൻ, ധൈര്യപ്പെടുവെന്ന് പറയാൻ, ഭയപ്പെടണ്ടെന്ന് പറയാൻ, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയാൻ, നീ ഇതിനെ അതിജീവിക്കുമെന്ന് പറയാൻ, തുറന്നു വരുമെന്ന് പറയാൻ. ചില അത്ഭുതങ്ങൾ ഇന്ന് രാത്രി തുടങ്ങാൻ പോകുകയാണ്. പരിശുദ്ധാത്മാ പറയുന്നു. പരിശുദ്ധാത്മാ ജോൺസൺ പാസ്റ്റർ പറയുന്നു, നീ പെട്ടകമെടുത്തു നിൽക്കുന്ന കാലത്തോളം അനേകരെ നീ അക്കരെ കടത്തും. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. യോശുവയുടെ പുസ്തകത്തിനകത്ത് പുരോഹിതന്മാർ പെട്ടകമെടുത്തുകൊണ്ട് യോർദാനിലേക്ക് ഇറങ്ങി നിന്നു. ഈ യോർദാൻ ഒരു സ്വഭാവമുണ്ട്. ചില സമയത്ത് അത് കയറി വന്ന് അപഹരിച്ചു കൊണ്ടുപോകും. അതുവരെ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവം, വലിച്ചെടുക്കുന്ന ഒരു അനുഭവമുണ്ട്. വിടാതെ ഇക്കരയ്ക്ക് നിർത്തുന്ന ഒരു അനുഭവമുണ്ട്. വാഗ്ദത്തത്തിലേക്ക് കടത്തി വിടാതെ, പരിശുദ്ധാത്മാ പറയുന്നു, വാഗ്ദത്തത്തിലേക്ക് കടത്തി വിടാതെ, മുൻപോട്ട് വിടാതെ, അക്കരയ്ക്ക് വിടാതെ, ദൈവപ്രവൃത്തിയിലേക്ക് വിടാതെ പിടിച്ചു നിർത്തുന്ന അനുഭവങ്ങൾ യോർദാനെ കാണിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാ ജോൺസൺ പാസ്റ്റർ പറയുന്നു, നീ പെട്ടകമെടുത്തുകൊണ്ട്, വിഷയം ചുമലിലെടുത്തുകൊണ്ട് നീ ആ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി നിന്നാൽ കര കവിഞ്ഞു വരുന്നതിനെ തിരിച്ചുവിടുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാ പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഒരു വിഷയമുണ്ട്. പുരോഹിതന്മാർ പെട്ടകം ചുമക്കുന്നവരുടെ കാല് വെള്ളത്തിന്റെ മേൽ ചവിട്ടിയപ്പോ കേറി വന്നത് മടങ്ങിപ്പോയി. ജനമെല്ലാം അക്കരയ്ക്ക് കടന്നു. ഉണങ്ങിയ നിലത്തൂടെ അക്കരയ്ക്ക് കിടന്നു. ജനമെല്ലാം, ശ്രദ്ധിച്ചു കേൾക്കണമേ, ജനമെല്ലാം അക്കരയ്ക്ക് കിടന്ന് അവരവരുടെ കാര്യത്തിൽ ഏർപ്പെട്ടപ്പോഴും എവിടെ നിൽക്കുകയാണെന്നറിയാം? പുരോഹിതൻ. ജോൺസൺ മാസ്റ്റർ, നിങ്ങളുടെ കാര്യം പതുക്കെ നടക്കത്തുള്ളൂ. എല്ലാവരെയും അക്കരയ്ക്ക് കടത്തുക എന്നുള്ളതാണ് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നു. ഈ സഭയിലൂടെ, ഈ കൂട്ടായ്മയിലൂടെ വലിയ ദൈവപ്രവർത്തികൾ, വാഗ്ദത്തങ്ങളിലേക്ക് ജനത്തെ ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാവരെയും അക്കരയ്ക്ക് കടത്തി വിടുന്ന സമയം വരെയും നിന്റെ കാൽ എവിടെ നിൽക്കണം? യോർദാനിൽ നിൽക്കണം. ഒരുപക്ഷെ ആദ്യം കടന്നുപോയവരൊക്കെ അക്കരയ്ക്ക് കടന്ന് അവരവരുടെ കാര്യങ്ങളിൽ ഏർപ്പെട്ടു, നിന്നെ മറന്നുപോയെന്ന് വന്നേക്കാം. ചിലരെയൊക്കെ നിന്നെ ഓർക്കാതെ വന്നെന്ന് വന്നേക്കാം. അവരുടെ കാര്യം സാധിച്ചവർ പോയെന്ന് വന്നേക്കാം. ഭാരപ്പെടേണ്ട. അവസാനത്തെ ആളും അക്കരയ്ക്ക് കടക്കുവോളം നീ പെട്ടകവുമായിട്ട് യോർദാനിൽ നിൽക്ക്. നീ അക്കരയ്ക്ക് കടക്കും. വാഗ്ദത്തങ്ങളിലേക്ക് കടക്കുന്ന അനുഭവങ്ങളിലേക്ക് ദൈവം സഭയെ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. അതുവരെയും നീ അവസാനത്തെ ആളും അക്കരയ്ക്ക് കടക്കുവോളം നീ ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട്, വിഷയം ഏറ്റെടുത്തുകൊണ്ട്, പ്രാർത്ഥനയിൽ ജാഗരിച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് ദൈവദാസന് കൈമാറുകയാണ്. അങ്ങനല്ലേ വാക്യം? ആ വാക്യം ഒന്ന് എടുത്താട്ടെയോ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം, അതിന്റെ ജോഷുവ ചാപ്റ്റർ 3 വേഴ്സ് 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം അല്ലേ? യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നടന്നുപോയി. ശ്രദ്ധിക്കണം. ഇസ്രായേൽ ജനമൊക്കെയും വാഗ്ദത്തത്തിലേക്ക് കടക്കേണ്ട ദൈവജനം, വാഗ്ദത്തത്തിലേക്ക് കടക്കാതെ തടഞ്ഞു നിന്ന യോർദാനെ ആളുകളെ ഉണങ്ങിയ നിലമാക്കി, നിന്റെ വഴിയാക്കി, വാഗ്ദത്തത്തിനുള്ള വഴിയാക്കി മാറ്റിയ ദൈവപ്രവർത്തിയിലേക്ക് കടക്കണമെങ്കിൽ
ദൈവദാസനെ, നീ ചുമലിൽ പെട്ടകം വഹിച്ചുകൊണ്ട് വിഷയം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ അവസാനത്തെ വ്യക്തിയുടെ വിഷയവും അതിന്റെ കൈകളിൽ ചുമലിൽ വഹിച്ചുകൊണ്ട് നീ പെട്ടകം ചുമന്നുകൊണ്ട് നിന്നാൽ നിന്റെ കൺ കാണും ജനമെല്ലാം വിടുതലിലേക്ക് കടക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ കൂട്ടത്തോടെ ദൂത് പറയുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. ഇസ്ഹാക്ക് ഗരാരിൽ പാർത്തു, പട്ടണത്തിൽ പാർത്തു. ആ പാർക്കുന്ന സമയത്ത് അവിടെ വരൾച്ചയാണ്, വെള്ളമില്ല. അവിടെയുള്ളവരെല്ലാം മിസ്രൈമിലേക്ക് പോകുകയാണ്. പക്ഷെ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇസ്ഹാക്ക് നീ പോകണ്ട, നീ ഇവിടെ തന്നെ പാർക്ക്. അവൻ ദൈവശബ്ദം കേട്ടു. ഉണങ്ങിയ നിലമാണെന്നുള്ളത് മറന്നു, വെള്ളമില്ലെന്നുള്ളത് മറന്നു, വരൾച്ചയാണെന്നുള്ളത് മറന്നു, ക്ഷാമമാണെന്നുള്ളത് മറന്നു. അവൻ ബാക്കിയെല്ലാം മറന്നു. ദൈവശബ്ദത്തെ അനുസരിച്ചുകൊണ്ട് ഗരാരിൽ പാർത്തപ്പോൾ ആ ആണ്ടിൽ അവൻ വിതച്ചെടുത്തു. ദൈവം 100 മേനി കൊയ്യുവാൻ എന്ന് പറഞ്ഞു കൊടുത്തു. വേറൊന്നും നീ നോക്കണ്ട. ദൈവിക കൂട്ടത്തോടെ പരിശുദ്ധാത്മാവ് പറയുന്നു, സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കണ്ട. വരൾച്ചയാണോ എന്നുള്ളത് നോക്കണ്ട, ആള് വരുന്നോ ഇല്ലെന്നുള്ളത് നോക്കണ്ട, വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട, മഴ പെയ്യും ഇല്ല നോക്കണ്ട, കാർമേഘമുണ്ടോ നോക്കണ്ട, അതൊന്നും നോക്കണ്ട. നീ നോക്കേണ്ടത് ദൈവത്തെ, കേൾക്കേണ്ടത് ദൈവ ശബ്ദത്തെ. പരിശുദ്ധാത്മാവ് തൂത് കൈമാറുകയാണ്. കണ്ണൊന്ന് മാത്രം കാണാൻ തുറക്ക, ദൈവത്തെ കാണാൻ. കേൾക്കുവാൻ ഒന്ന് മാത്രം കേൾക്കാൻ കൊതിക്കാതെ ദൈവ ശബ്ദത്തെ. അത് വെളിപ്പാടാണ്. ഈ സഭ വെളിപ്പാടിന്റെ സഭയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ സഭ, ഈ കൂട്ടം, ഇത് ചെറിയ കൂട്ടമാണെങ്കിലും ഇത് വെളിപ്പാടിന്റെ സഭയാണ്. അനേകര് മര്യാദ കെട്ട് നടക്കുമ്പോൾ അതിന് കാരണം വെളിപ്പാടില്ലാത്തയിടത്ത് മര്യാദ കെട്ട് നടക്കുമ്പോൾ ഈ കൂട്ടം വെളിപ്പാടുള്ള കൂട്ടമാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് മര്യാദക്ക് നടക്കുന്ന ഒരു കൂട്ടമാണ്, ദൈവപ്രവൃത്തിയുടെ ഒരു കൂട്ടമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ചേർന്ന് നിൽക്കുന്നവർ തമ്മിൽ തമ്മിൽ ധൈര്യപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. വീണ്ടും ദൈവദാസനെ, ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരുമിച്ച് നടക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. ഇതിനകത്തുള്ളവരെ ഒരുമിച്ച് നടത്ത്. ക്ഷീണമുള്ളവരുണ്ട്, തളർച്ചയുള്ളവരുണ്ട്, നിരാശയുള്ളവരുണ്ട്, അവിശ്വാസമുള്ളവരുണ്ട്. അതൊന്നും വിഷയമല്ല, തള്ളിക്കളയണ്ട. ഒരുമിച്ച് നടത്ത്. അവർ ഇരുവരും, അപ്പനും മകനും, അബ്രഹാമും ഇസാക്കും, അവരെ കുറിച്ച് പറയാണ്. 22-ന്റെ 7ഉം 8ഉം 2 ഭാഗത്ത് പറയുന്നുണ്ട്. അവർ ഇരുവരും ഒരുമിച്ച് നടന്നു. 7-ാം വാക്യത്തിനകത്ത് അവർ ഇരുവരും യാഗത്തിന് വേണ്ടി പോകുകയാ. അവർ ഇരുവരും ഒരുമിച്ച് നടന്നു, കുഴപ്പമില്ല. പക്ഷെ സ്വല്പം കഴിഞ്ഞപ്പോ ആ നടപ്പയിൽ മകൻ ചോദിക്കുക, അപ്പാ 1 മിനിറ്റ് നിൽക്കേ, മുൻപോട്ട് പോകാൻ വരട്ടെ. വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷേ സംഗതിയില്ല. മുൻപോട്ട് പോകണമെങ്കിൽ മൃഗം വേണം. യാഗമൃഗം എവിടെ? ചോദ്യം ചോദിക്കുന്ന ചിലര്, സംശയം വെളിപ്പെടുന്ന ചിലര്. ഭയപ്പെടണ്ട, ഒരുമിച്ച് നടക്കാൻ തുടങ്ങിയതല്ലേ. അവരും കൂടെ ചേർത്ത് പിടിക്കേ. അപ്പം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? അപ്പന് ദൈവത്തെ അറിയാം. അപ്പം പറയുകയാണ്, മോനെ ഭയപ്പെടണ്ട, ദൈവം കരുതിക്കൊള്ളും. ദൈവം കരുതിക്കൊള്ളും. ഇന്ന് പകൽക്കാൻ തമ്മിൽ പറ, ദൈവം കരുതിക്കൊള്ളും, ദൈവം സഹായിക്കും. സംശയം വരാം, സംശയമുള്ളവനെ അത് ബലപ്പെടുത്ത ദൈവം കരുതിക്കൊള്ളും. അതാണ് അടുത്ത വാക്ക്. 8-ാം വാക്യത്തിൽ പറഞ്ഞു, അവർ വീണ്ടും ഇരുവരും ഒരുമിച്ച് നടന്നു. കാര്യമെന്താ? അവൻ കേട്ടത് ദൈവം കരുതിക്കൊള്ളുമെന്ന. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധമാ ചോദിക്കും, ഞാൻ കൂടെ ചോദിക്കട്ടെ. മകൻ അങ്ങനെ ചോദിച്ചപ്പോ അപ്പനും കൂടെ ചോദിച്ചായിരുന്നെങ്കിലോ? ശരിയാ മോനെ നീ പറഞ്ഞത്, യാഗമൃഗമില്ലാതെ എങ്ങനെ കാര്യം? അവിടെ സ്റ്റോപ്പ് ആകുകയാണ് യാത്ര. മുൻപോട്ടുള്ള യാത്ര, അനുഗ്രഹത്തിന്റെ യാത്ര, വിടുതലിന്റെ യാത്ര, അഭിഷേകം കൈമാറുന്നതിന്റെ യാത്ര, തലമുറയിലേക്ക് നന്മ പകരുന്ന യാത്ര അവിടെ അവസാനിക്കും. എന്നാൽ 8-ാം വാക്യത്തിൽ പറയുന്നു, അവർ ഇരുവരും വീണ്ടും ഒരുമിച്ച് നടന്നു.
22-ാം അധ്യായം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിലൂടെ ഇസഹാക്കിലേക്ക് അനുഗ്രഹം പകരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആളുടെ അടുത്ത ബലഹീനനെ നീ താങ്ങിയാൽ നിന്നിലൂടെ ഒരു അനുഗ്രഹം അവനിലേക്ക് പകരപ്പെടും. പരിശുദ്ധാത്മാവ് ഈ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് അനുഗ്രഹം കൈമാറുകയാണ്, അഭിഷേകം കൈമാറുകയാണ്, അത് പകരുകയാണ്. തമ്മിൽ ബലപ്പെടുത്തിയാൽ നിന്നിലൂടെ ആ അഭിഷേകം അടുത്തവനിലേക്ക് പകരും, നിന്നിലൂടെ ആ വിടുതൽ അടുത്തവനിലേക്ക് പകരും, നിന്നിലൂടെ ദൈവപ്രവൃത്തി അടുത്തവനിലേക്ക് പകരും. നീ പറ, അടുത്തവനോട് പറ, ദൈവം കരുതിക്കൊള്ളും. ഏത് ചോദ്യം വന്നാലും ഉത്തരവായി പറ, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന് കഴിയും. സാധ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ എന്ന് പറ. നടക്കുമോ പാശ എന്ന് ചോദിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറ. ഒരുമിച്ച് നടക്കാൻ കഴിയുന്ന സാധ്യത അതാണ്. പരിശുദ്ധാത്മാ ദൂത് പറയുന്നു, യെരൂശലേമിലെ ഉത്സവത്തിന് പല ഗോത്രത്തിലുള്ള ആളുകൾ പല ദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാ. നീണ്ട യാത്രയാണ്, നാളുകൾക്ക് മുൻപെയുള്ള ഒരുക്കമുള്ള യാത്രയാണ്. ആ യാത്രയിൽ ബാഗാ താഴ്വരയിലൂടെയൊക്കെ പോകണം, ഭീതിയുടെ താഴ്വരയാണ്. ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വഴികളാണ്. എങ്ങനെ യെരൂശലേമിൽ ചെല്ലുമെന്ന് ചിന്തിച്ച് ഭാരത്തോടെ നടക്കുന്ന ഗ്രൂപ്പുകളിൽ ഒരു മനുഷ്യൻ അടുത്തുകൂടെ നിൽക്കുന്നവരോട് പറയുകയാണ്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? വല്ലാത്ത ഭാരം വരുമ്പോ, ഭീതി വരുമ്പോ അവൻ അടുത്തവരോട് പറയുകയാണ്, ഞാൻ എന്റെ കണ്ണ് മുകളിലോട്ട് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നിട്ട് അവൻ തന്നെ പറയാണ്, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ അടുത്ത് നിൽക്കുന്നവൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകനാണ് അവൻ, അവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ വലതു ഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. ഈയോ അടുത്ത് നിൽക്കുന്നവൻ ആവശ്യമായി, അവർ ഒരുമിച്ച് ആവശ്യത്തോടെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഒരുമിച്ച് നടക്കുക, അത്ഭുതങ്ങളാണ്. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു, ഒരുമിച്ച് നടക്ക്, ബലഹീനനെ താങ്ങി നടക്ക്, താഴെ പോകുന്നവനെ കൈപിടിച്ച് ഉയർത്തി നടക്ക്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊന്നുണ്ട്, നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞ് കൈ നീട്ടിയാൽ ഇരുന്നവനെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ഇതൊരു അത്ഭുതങ്ങളുടെ കൂട്ടമാണ്, ഇത് ദൈവപ്രവൃത്തിയുടെ കൂട്ടമാണ്, ഇത് വിടുതലിന്റെ കൂട്ടമാണ്, ഇത് ദൈവം നടുവിൽ വസിക്കുന്ന കൂട്ടമാണ്. ചെറിയ കൂട്ടമേ, ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആത്മാവ് സംസാരിക്കുന്നു. ഇസ്രായേലിലെ ഇസ്ഹാക്ക് ഗരാരിൽ പാർത്തു, ആ ആണ്ടിൽ അവൻ വിതച്ചു. പോയവര് അറിഞ്ഞിട്ട് പറഞ്ഞു കാണും, അവന് ബോധമില്ല, ബുദ്ധിയില്ലാത്തവൻ. വരൾച്ചയുള്ളിടത്ത് എങ്ങനെ വിതച്ചിട്ട് എന്ത് പ്രയോജനം? വെള്ളമില്ലാത്തടത്ത് വിതച്ചിട്ട് എന്ത് പ്രയോജനം? ക്ഷാമമുള്ളിടത്ത് നിന്നിട്ട് എന്ത് കാര്യം? പക്ഷെ അവൻ കേട്ടത് ദൈവശബ്ദമാണ്. അവൻ അറിയാം, അപ്പന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്, അപ്പന്റെ ദൈവം എന്റെ ദൈവമാണ്. യഹോവ ഈരേ എന്ന് പറഞ്ഞ അപ്പന്റെ മകനാണ് ഞാൻ. ആ യാഗപീഠത്തിന്റെ മേൽ ഞാൻ കിടക്കേണ്ട ഇടത്ത് അവിടെ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിയ എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അനുഭവമുണ്ടോ? അനുഭവം ഉണ്ടെങ്കിൽ ആവർത്തിച്ച് പറ, ദൈവശബ്ദത്തെക്കാൾ വലുതായി ഒന്നുമില്ലെന്ന് പറ. ഏതെങ്കിലും ഒരു അനുഭവം ദൈവത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെടുത്ത് പറ, ദൈവശബ്ദമാണ് വലുത്. പ്രശ്നങ്ങളെടുത്ത് പറ, ദൈവശബ്ദമാണ് വലുത്. സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുതെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. ഇന്ന് പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് 1000കണക്കിന് പ്രസംഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ 25 വർഷമായിട്ട് നിരന്തരം ആഴ്ചകളിൽ 3-4 പ്രസംഗിക്കുന്ന ആളാണ്. പ്രസംഗത്തിനൊരു ക്ഷാമവും ഇല്ല. പക്ഷേ പല പ്രാവശ്യം ഞാൻ നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് പ്രസംഗിക്കണ്ട, ദൂത് കൈമാറ്.
എന്നോട് 2 വാക്കുമാണ് നിങ്ങളോട് പറയാൻ പറഞ്ഞത്. പ്രതീക്ഷ വലുതാക്കുക. ഒന്ന്, ഈ ദിവസങ്ങളിൽ പ്രതീക്ഷ വലുതാക്കുക. വലിയ ദൈവ പ്രവർത്തികൾ ദൈവം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രതീക്ഷ വലുതാക്കുക. രണ്ടാമത് ദൈവം പറഞ്ഞ കാര്യം, വാതിലുകൾ സ്വതവേ തുറക്കുകയാണ്. കണ്ണുകൾ ഉരുണ്ടുമാറുകയാണ്. ഈ 2 വാക്യത്തിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവൻ സംസാരിക്കാൻ പോകുന്നത്. ഇസ്ഹാക്ക് ഗരാരിൽ വിതച്ചു. ആ ആണ്ടിൽ ദൈവശബ്ദത്തെ അനുസരിക്കുന്നവനെ അനുഗ്രഹിച്ചു. 100 മേനി അനുഗ്രഹിച്ചു. ഇത് കണ്ടപ്പോ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. അസൂയപ്പെടുമാറ് ഉത്സവം കണ്ടിട്ട്, ആഘോഷം കണ്ടിട്ട്, നിറവ് കണ്ടിട്ട് ചിലരൊക്കെ അസൂയപ്പെടുന്നുണ്ടെന്ന്. കൂടെ ആരുമില്ലാഞ്ഞിട്ടും, സപ്പോർട്ട് ആരുമില്ലാഞ്ഞിട്ടും, ബാക്ക്ഗ്രൗണ്ടിൽ ആരുമില്ലാഞ്ഞിട്ടും നീ നിൽക്കുന്നത് കണ്ടിട്ട്, നിന്റെ ആഘോഷം കണ്ടിട്ട്, നിന്റെ സന്തോഷം കണ്ടിട്ട്, നിന്റെ നിറവ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത ചിലരുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നീ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നീ അവരുടെ എന്തെങ്കിലും അപഹരിച്ചിട്ടല്ല. നിന്റെ നന്മ കണ്ടിട്ട്, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് കണ്ടിട്ട്, നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമെന്ന് കണ്ടിട്ട്, നീ നിൽക്കുന്നിടത്ത് ദൈവപ്രവൃത്തി ഉണ്ടെന്ന് കണ്ടിട്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നിയിട്ട് പറയാണ്, നീ ഇവിടം വിട്ടു പോണം, നീ ഇവിടം വിട്ടു പോണം. ഇസ്ഹാക്ക് ആ പട്ടണം വിട്ടു ഗരാർ താഴ്വരയിലേക്ക് പോയി. എന്തിനാണെന്നറിയാമോ? ദൈവം അവനെ ഫെലിസ്ത്യർക്ക് അസൂയ തോന്നിപ്പിച്ചതും അല്ലെങ്കിൽ അവനോട് എതിരായിട്ട് സംസാരിപ്പിച്ചതും എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഒന്നും പറയപ്പെടണ്ട. എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും അതിന്റെ പിന്നിൽ ദൈവ പ്രവൃത്തിയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഭാരപ്പെടേണ്ട. നിനക്കെതിരെ ആര് സംസാരിച്ചാലും, ആര് പ്രവർത്തിച്ചാലും, നിന്നെ ആര് പുറത്താക്കിയാലും, നിന്നെ അകച്ചു നിർത്തിയാലും അതിന്റെ പിന്നിലെല്ലാം ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. എന്താണ് ആ ദൈവപ്രവൃത്തി അറിയാമോ? നിന്റെ അപ്പന്റെ കാലത്ത് കുഴിച്ചിരുന്ന കിണറുണ്ടല്ലോ, ഫെലിസ്ത്യര് പണ്ടേ മൂടിയിട്ടുണ്ട്. അത് തുറക്കണമെങ്കിൽ നിന്നെ അല്ലാതെ വേറൊരാളെ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ അപ്പന്റെ കാലത്ത് ജനത്തിന് അനുഗ്രഹമായി അപ്പൻ 3 കാര്യം ചെയ്തായിരുന്നു. അബ്രഹാം എന്ന് പറയുന്ന അപ്പൻ 3 കാര്യം ചെയ്തു. ഒന്ന്, അവൻ പോകുന്നിടത്തെല്ലാം കൂടാരം അടിച്ചു, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സ്ഥിരമായിട്ടൊരു നിക്ഷേപമില്ലാത്ത ഒരപ്പൻ പോകുന്നിടത്ത് കൂടാരം അടിക്കുക. പോകുന്നിടത്ത് കൂടാരം അടിക്കും, അവിടുന്ന് പോകുമ്പോൾ അത് ഇളക്കിക്കൊണ്ട് അടുത്തടുത്ത് പോകും. കൂടാരം അടിക്കുന്നിടത്തെല്ലാം അവൻ എന്ത് ചെയ്യുന്നറിയാമോ? കൂടാരത്തിനകത്തൊരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന അപ്പൻ. കൂടാരം അടിക്കുന്നത് അവന് വേണ്ടിയാ, അവന്റെ കുടുംബത്തിന് വേണ്ടിയാ. അതിനകത്ത് ആരാധിച്ച് ആ കുടുംബത്തെ അനുഗ്രഹത്തിലേക്ക് നയിച്ച ഒരപ്പൻ. രണ്ടപ്പൻ ചെയ്ത രണ്ടാമത്തെ കാര്യം, ഒന്നപ്പനെ സ്വന്തമായിട്ട് തനിക്ക് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി കൂടാരമടിച്ചു. അതിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി യാഗപീഠം പണിതു. മൂന്നാമത്, എവിടെ കൂടാരമടിച്ചാലും അവിടെ കിണർ കുഴിക്കും. എന്തിനെന്ന് അറിയാമോ? അവന്റെ ചുറ്റുമുള്ള ജനം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, അവന്റെ പേര് നിലനിർത്താൻ വേണ്ടി. എന്നാൽ ആ കിണറാണ് ഫെലിസ്ത്യർ എന്ത് ചെയ്തു? മൂടി. നാളുകളായിപ്പോ മൂടപ്പെട്ട് കിടക്കുക. അപ്പന്റെ പേരില്ലാതായിരിക്കുകയാണ്. അപ്പന്റെ പേര്, ആ നാമത്തെ എന്ത് ചെയ്തു? മറച്ചു പിടിച്ചിരിക്കുക. അത് തിരിച്ചു കുഴിച്ച് അപ്പന്റെ പേര് നിലനിർത്തണമെങ്കിൽ നിന്നെ ആ ഫെലിസ്ത്യർ അസൂയയോടെ നോക്കി നിന്നെ അവിടെ നിന്ന് പുറത്താക്കി നീ ഗരാർ താഴ്വരയിൽ വന്നെങ്കിലേ ഇസ്ഹാക്ക് നീ എന്ത് ചെയ്യത്തുള്ളൂ? ആ കിണറുകൾ വീണ്ടും കുഴിക്കത്തുള്ളൂ. അവൻ അവിടെ പോയി ആ കിണർ എന്തോ ചെയ്തു? കുഴിച്ചു. അവിടെ വെള്ളം കണ്ടു. ജനത്തിന് വലിയ സന്തോഷമായി. അവൻ അതിന് പേരിട്ടു. ഇന്നും അപ്പന്റെ പേര് അവിടെ കിടക്കുകയാ. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇതൊരു അത്ഭുതങ്ങളുടെ സഭയാണ്, ഇത് വെളിപ്പാടിന്റെ സഭയാണ്.
ഇത് ദൈവശബ്ദത്തിന്റെ സഭയാണ്. ആർക്കും ചുമ്മാതെ വന്ന് സംസാരിക്കാൻ പറ്റില്ല. ഇതിന്റെ ആത്മാവിന്റെ ശബ്ദമാക്കി ഇതിനകത്ത് ദൈവം മാറ്റും. നിർത്തുന്നവനെ വലിയവെന്നോ ചെറിയവരെന്നോ ഇല്ല, തമ്മിൽ ബലപ്പെടുത്തുന്ന ദൈവിക അനുഭവങ്ങൾ കൈമാറുന്ന അവസരങ്ങളാക്കി ദൈവം മാറ്റും. അതുകൊണ്ട് ഒരു വിഷയവും മാറ്റി വെക്കരുത്. പരിശുദ്ധ പറഞ്ഞു, ഒരു വിഷയവും, ആരുടെ വിഷയവും ചെറുതാക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സർജറി വിഷയം വലിയ വിഷയമാണ്. അത് പാസ്റ്ററെ അത് പറയാം, പല്ലുവേദനയൊക്കെ പറയണം പാസ്റ്ററെ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ എനിക്ക് വലിയ വിഷയമാണ്. ഞാൻ അനുഭവിച്ച വേദന 5 ദിവസം കൊണ്ട് ഞാൻ ഉറങ്ങാതെ ഒരു 4-5 കിലോ കുറഞ്ഞിട്ടുണ്ട്. എന്റെ ശരീരം വിറക്കിയായിരുന്നില്ല. ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഇന്നലെ രാത്രി ശുശ്രൂഷിച്ചപ്പോൾ ലൈവായിരുന്നു, ശുശ്രൂഷിച്ചപ്പോൾ ശരീരം വിറക്കിയായിരുന്നു. കാരണം അത്രയ്ക്ക് പെയിൻ ആയിരുന്നു. അതിൽ നിന്ന് ദൈവം എന്നെ പരിപൂർണമായി സൗഖ്യമാക്കിയെങ്കിൽ $350-315 കൊടുത്ത് എന്റെ പല്ലെടുക്കാൻ കഴിയാഞ്ഞിട്ടല്ല. ആ 325,000 രൂപ ഉണ്ടെങ്കിൽ എത്ര പേർക്ക് ആശ്വാസമാണെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത്, എന്റെ കർത്താവ്, എന്റെ പൈസ വെറുതെ പോകരുത്, വെറുതെ നഷ്ടമാകരുത്. എനിക്ക് ദൈവം എനിക്ക് $1 തരുന്നത് അത് അനേകർക്ക് ആശ്വാസമായി മാറാൻ വേണ്ടിയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കോ എന്റെ കുഞ്ഞുങ്ങൾക്കോ എന്റെ ഭാര്യയുടെ പേരിലോ $1 ബാങ്ക് ബാലൻസ് ഇല്ല. നാളെ എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്ന, അത്ഭുതകരമായി, അതിശയകരമായി, മുട്ടുകുത്തിപ്പിക്കാതെ, തല താഴ്ത്തിപ്പിക്കാതെ നടത്തുന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ഞാൻ ദൂതിലേക്ക് കടക്കുകയാണ്. 2 ദൂതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എനിക്ക് തന്നിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ പ്രതീക്ഷ വലുതാക്കണം. 2, വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ സ്വതവേ തുറക്കും. അതുകൊണ്ട് വേഗം എഴുന്നേൽക്കണം. സാധ്യതകളൊന്നും നഷ്ടപ്പെടുത്തരുത്. ദേവദാസനെ, പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, സാധ്യതകൾ ദൈവം കൊണ്ടുതരും. സാധ്യതകളൊന്നും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് അനേക ദൈവസഭകൾ, ദൈവിക കൂട്ടങ്ങൾ സാധ്യതകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. യുദ്ധം ചെയ്യേണ്ട സമയത്ത് കളിക്കളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ കുഴപ്പം അതാണ്. കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പൗലൂസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഒരു ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്താണ്? അവർ യേശുവിന്റെ കൂടെയായി, അവർ ഒരേ ആഹാരം കഴിച്ചു, ഒരേ പാനീയം കുടിച്ചു, എല്ലാവരും ക്രിസ്തു എന്ന പാറലും കുടിച്ചത്, അവർ സമുദ്രത്തിലൂടെ കടന്ന് സ്നാനമേറ്റു, എല്ലാം നടന്നു. പക്ഷേ വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, മരുഭൂമിയിൽ പട്ടുപോയി. അത് കാരണമുണ്ട്. അവരെന്ത് ചെയ്തു? അതിനിടയ്ക്ക് മുൻപോട്ട് കുതിക്കേണ്ടവർ, യാത്ര ചെയ്ത് മുൻപോട്ട് പോകേണ്ടവർ കഴിക്കാൻ പോയി. ഞാൻ പലപ്പോഴും ദേഷ്യപ്പെടുന്നത് അതിനാണ്. പലതിനോടും കൂട്ടായ്മ കൂടാത്തത് അതാണ്. ആത്മീയ യുദ്ധക്കളവും കളിക്കളവും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ല. ഇരുളും വെളിച്ചവും തമ്മിൽ ഒരു ചേർച്ചയും ഇല്ലാത്തതുപോലെ ആത്മീയതയും കളിക്കളവും തമ്മിൽ ഒരു ചേർച്ചയുമില്ല. ആത്മീയതയും അധികാര കസേരയും തമ്മിൽ ഒരു ചേർച്ചയുമില്ല. ആത്മീയവും രാഷ്ട്രീയവും തമ്മിൽ ഒരു ചേർച്ചയില്ല. ആത്മീയവും ലോകവും തമ്മിൽ ഒരു ചേർച്ചയില്ല. എനിക്ക് പറ്റില്ല കൂട്ടുനിൽക്കാൻ. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് ഈ പുസ്തകമാണ്. എന്റെ തലമുറകൾ ഈ പുസ്തകത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ എനിക്ക് പിന്നെ പ്രസംഗിക്കാൻ യോഗ്യതയില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനൊരു തലമുറയോട് പറയാറുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന വിപരീതമായി നിങ്ങൾ രണ്ടുപേരും നടന്നാൽ പിന്നെ ഈ പുസ്തകം കൊണ്ട് പ്രസംഗിക്കാൻ എനിക്ക് പറ്റില്ല. കുഞ്ഞുങ്ങളെ, ഞാനിത് ശക്തിയോടെ പ്രസംഗിക്കണമെങ്കിൽ, ആധികാരികതയോടെ പ്രസംഗിക്കണമെങ്കിൽ, അധികാരത്തോടെ പ്രസംഗിക്കണമെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ പാലിച്ചേ പറ്റൂ. അത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും. വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം. സുപരിചിതമായ വേദഭാഗത്ത് നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. Gospel of Luke chapter 24 verse 1. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. മതി. പ്രതീക്ഷ വലുതാക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. യേശുവിനെ അറിയാവുന്നവർ,
യേശുവിനെ അറിഞ്ഞവർ, യേശുവിന്റെ കൂടെ നടന്നിട്ടുള്ളവർ, അവന്റെ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവർ, അവനിലൂടെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളവർ പ്രതീക്ഷകൾ വലുതാക്കണം. ജോൺസൺ പാസ്റ്ററെ, ഈ ദിവസങ്ങൾ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു. എന്റെ സന്തോഷം അതാ. ദൈവനോട് സംസാരിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നിങ്ങൾ ഒരു $1,00,000 തന്നാലും എനിക്ക് സന്തോഷം വരത്തില്ല. എനിക്ക് സന്തോഷം എന്റെ കർത്താവിനോട് സംസാരിക്കുന്നതാ. ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവിനോട് വേണ്ടി കാണിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിമിത്തം യെരിഹോവിനെ അവർ അടച്ചുറപ്പാക്കി. ആരും അകത്തോട്ടും കയറാൻ പറ്റിയില്ല, ആരും പുറത്തോട്ട് പോകാനും പറ്റിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ദേവദാസന് ദൂത് പറയുന്നു, 7 ദിവസത്തെ ഗ്യാരണ്ടി ഉള്ളതിന്. നിനക്കെതിരെ നിന്റെ നന്മയെ തടഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ് ജനത്തോട്. നിന്റെ നന്മയെ, നിന്റെ തലമുറയുടെ നന്മയെ, നിന്റെ കുടുംബത്തിന്റെ നന്മയെ, നിന്റെ ഭാവിയെ തടഞ്ഞുകൊണ്ട് ശത്രു ഏത് കോട്ട കെട്ടിവെച്ചാലും 1% പോലും സാധ്യതയില്ലാത്ത തരത്തിൽ അകത്തുനിന്നോ പുറത്തുനിന്നോ ഒരാളെ പോലും കാണാൻ കഴിയാതെ വണ്ണം വാതിലുകളും ജനലുകളും അടച്ചുറപ്പാക്കിയാലും ആരാധിക്കുന്ന ദൈവമൈതലേ, ദൈവത്താൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മൈതലേ, അതിന് 7 ദിവസത്തെ വാറണ്ടിയുള്ളൂ. നീ അകത്തു പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്ക റിക്കമാര ശന്തന്മാന റിക്കന്താര. അയ്യോ, യെരിഹോവിന്റെ വീതിയെ കുറിച്ച് പറയാതെ, യെരിഹോവിന്റെ നീളത്തെ കുറിച്ച് പറയാതെ, 6 രഥമുള്ള കാര്യം പറയാതെ, 6 രഥങ്ങൾ അതൊന്നും നമ്മുടെ വിഷയമല്ല. എനിക്കൊരു ദൈവത്തെ അറിയാം. നിന്റെ വിഷയത്തെ വലുതാക്കാതെ, നിന്റെ വിഷയത്തെ യേശു കർത്താവ് പറയുന്നു, മലയെ കുറിച്ച് പറയണ്ട, മലയെ കുറിച്ച് പറഞ്ഞ് മലയെ വലുതാക്കണ്ട. ഞാനാണ് നിന്റെ കൂടെ എങ്കിൽ മലയോടെ പറ. മലയെ കുറിച്ച് പറഞ്ഞതിനെ വലുതാക്കാതെ മലയോടെ ഇടയ്ക്കുന്നവരോട് പറ, തുറന്നു വരിക, തുറന്നു വരിക. വാക്കുകളെ, ദൈവശബ്ദത്തെ ഉപയോഗിക്ക്. പരിശുദ്ധമാ പറയുന്നു ദൈവസഭയോട്, ദൈവശബ്ദത്തെ വേറൊന്നിനെ ഉപയോഗിക്കാതെ. കളക്ടറിന്റെ കൂടെയുണ്ട്, SP പരിചയക്കാരൻ അല്ലല്ല, അതെല്ലാം തൂത്തുമാരി കളഞ്ഞച്ച് ദൈവശബ്ദത്തെ നാവിലെടുക്ക. കളക്ടറെ എനിക്കറിയത്തില്ല, SP ആരുമല്ല, എനിക്കെന്നാ ദൈവവചനം എനിക്കറിയാം. തുറന്നു വരിക. എന്റെ തലമുറയെ വശീകരിച്ച് വഷളാക്കുന്ന ദുഷ്ടപ്രവർത്തികളെ യേശുവിന്റെ നാമത്തിൽ നീ ശാസിക്ക്. നിന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുക. വാഗ്ദത്വമുള്ള കുടുംബമാണ് നിന്റെ കുടുംബം. ദൈവം അനുഗ്രഹിച്ച കുടുംബമാണ് നിന്റെ കുടുംബം. അവൻ കുടുംബത്തെ സ്ഥാപിച്ച ശേഷം അവൻ കുടുംബത്തെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ച് പെരുകി നീ വാഴും. യേശുവിന്റെ നാമത്തിൽ ഞാൻ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയാണ്. കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കാൻ. നിന്റെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. അവരുടെ നന്മ നീ അനുഭവിക്കും. അവർ നിനക്കൊരു തണലായി മാറും, ഒരു താങ്ങായി മാറും. ഓ രമ സന്തൽമന വൈശംതര വൈഡിമന ദരഖവന രഗത്തുൽ ശവന അധിയാദര. നിന്റെ കുഞ്ഞുങ്ങൾ ആത്മീയ അനുഭവങ്ങൾ പങ്കിടുന്ന കുഞ്ഞുങ്ങളായി മാറും. കാരണം കുടുംബത്തിന്റെ മേൽ മാത്രമല്ല, തലമുറയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സകലയിടത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അവരുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വാഗ്ദത്തമാണ്. നിന്റെ തലമുറ ആത്മീയ അനുഭവങ്ങൾ പങ്കിടുന്ന തലമുറയായി മാറും. ദൈവ പ്രവർത്തിക്ക് നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കും. വിശ്വസിക്കുന്നവർ അത് 2 കൈ വച്ച് ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയെ ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിക്കുന്ന നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. അത് അവർ നിൽക്കുന്ന സ്റ്റേജിന്റെ താഴെ നീ നിൽക്കും. അത് നിന്നെക്കാൾ ശക്തമായി നിന്റെ തലമുറകളെ ദൈവം നാമായി ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. ആത്മാവ് ചലിക്കുമ്പോൾ കൂടെ ചലിച്ചാൽ അതേ അസാധ്യതകൾ സാധ്യമാണ്. അയ്യോ പാസ്റ്റർ, അവർ ഒത്തിരി ദൂരെയാ. അതൊന്നും നിന്റെ വിഷയമല്ല. മനക്ക് കൊണ്ടുവരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. തിരിച്ചു കൊണ്ടുവന്ന് ആളുകൾ ദൈവപ്രവർത്തിക്കാർ ഉപയോഗിക്കുന്ന ഒരു ആത്മാവുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആത്മാവെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്.
അതുകൊണ്ട് നീ അസാധ്യമെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നീ അത് ഏറ്റെടുത്താൽ, നീ അത് ആത്മാവ് ചലിക്കുമ്പോൾ കൂടെ ചലിച്ചാൽ ആത്മാവ് തന്നെ അസാധ്യമായതിനെ സാധ്യമാക്കും. നിന്റെ തലമുറകളെ നീ അനുഗ്രഹിക്ക്. നിന്റെ മേലുള്ള അധികാരം അത് തലമുറയിലേക്ക് പകര്. യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഭാവി അനുഗ്രഹമായി മാറും. യേശുവിന്റെ നാമത്തിൽ അവരുടെ നന്മ ഞാൻ അനുഭവിക്കും. വാഗുണ്ട് പറ. യേശുവിനെ ഉപയോഗിക്ക. യേശുവിലൂടെയാണ് അനുഗ്രഹം, യേശുവിലൂടെയാണ് നന്മ, യേശുവിലൂടെയാണ് ദൈവപ്രവൃത്തി, യേശുവിലൂടെയാണ് അധികാരം, യേശുവിലൂടെയാണ് അഭിഷേകം. ജോൺസൺ പാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കാതെ, രഞ്ജൻ പാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കാതെ, ഇനിയും വരാൻ പോകുന്ന ഏതെങ്കിലും കൃപാവര പ്രാപ്തന്മാരുടെ മുഖത്തേക്ക് നോക്കാതെ എന്റെ അകത്തുള്ള യേശുവിലേക്ക് നോക്ക്. നിന്റെ അകത്തുള്ള യേശുവിലേക്ക് നോക്ക്. ആ നാമത്തെ ഉപയോഗിക്ക്. അതാണ് പൗലോസ് പറയുന്നത്. വാക്കിനാലോ പ്രവൃത്തിയാലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യ്. കാരണം ആ നാമത്തെ കുറിച്ചാണ് നമ്മൾ പാടുന്നത്. ആ നാമമാണ് അത്ഭുതനാമം, ആ നാമമാണ് അതിശയനാമം, ആ നാമമാണ് എല്ലാ നാമത്തിനും മേലായ നാമം. അസാധ്യതകളെ സാധ്യമാക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഒന്നുണ്ട്. യേശുവെന്ന നാമം, എഴുന്നേൽപ്പിക്കുന്ന നാമം. നിന്റെ തലമുറകളെ നോക്കിക്കൊണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. അവർ കിടക്കുന്ന മുറിയിൽ കയറി പോറ, യേശുവിന്റെ നാമത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടും. അവൻ വീട്ടിലില്ലെങ്കിലും, അവൻ കിടക്കുന്ന കട്ടിൽ അവൻ ഇല്ലെങ്കിലും, നീ അതൊരു ചുറ്റും നടന്നുകൊണ്ട് പറ, യേശുവിന്റെ നാമത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ നന്മ ഞാൻ അനുഭവിക്കും. പറ, നിന്റെ നന്മ ഞാൻ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതിന്റെ പാർട്ടായിട്ട് എനിക്കും കിട്ടും. പിശാച് പറഞ്ഞു, ഇല്ല, അവൻ നിന്നെ വിട്ടു പോയിരിക്കുക, അവൻ നഷ്ടപ്പെട്ടു, അവൻ ഇല്ലാതെയായി പോയി, അവൻ ശരിയല്ല. അതൊന്നും പറഞ്ഞ് ആ പിശാച് പറഞ്ഞത് ഏറ്റെടുത്ത് നടക്കാതെ അപവാദിയുടെ നാമം, അവൻ കള്ളനാണ്, അവന്റെ അപ്പനും കള്ളനാണ്, അവൻ കള്ളവേ പറയത്തുള്ളൂ, അപവാദിയെ പറയത്തുള്ളൂ. അവൻ പറയുന്നത് നീ ഏറ്റെടുത്ത് നീ അപവാദിയുടെ നാവാകാതെ ഈ പുസ്തകത്തിന്റെ നാവാക, യേശുവിന്റെ നാവാക. കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. തലമുറയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. സഭയുടെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഏത് വലിയ ശക്തിയുണ്ടെങ്കിലും, പാതാളത്തിന്റെ വ്യാപാരമുണ്ടെങ്കിലും അതിനെ ജയിച്ച ഒരുവനാണ് എൻ്റെ ദൈവം. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് പാതാളത്തെ ഞാൻ ഭയപ്പെടില്ല, പാതാള ശക്തികളെ ഞാൻ ഭയപ്പെടില്ല. അതിന് എൻ്റെ കൂട്ടത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ യേശുവിനെ സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രതീക്ഷ വലുതാക്കണം. ഒന്നാമത്തെ ദൂത് പ്രതീക്ഷ വലുതാക്കണം. ഇവിടെ അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്തെ വേറെ ഭാഗത്ത് പറയുന്നത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറക്കിലെത്തി. കല്ല് ഉരുണ്ടു മാറിയത് അവർ കണ്ടു. ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തികൾ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. നാളുകളായി ആരെനിക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്ന് ചിന്തിച്ച് നടന്ന ചില വിഷയങ്ങൾക്ക് നിന്റെ കണ്ണ് ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? നാളുകളായി നീ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടി നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോവുകയാണ്. ചില വിടുതലിന്റെ ഉയർപ്പിന്റെ വാർത്തകൾ നിന്റെ ചെവിയിൽ വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന നിന്റെ തലമുറകൾക്ക് വേണ്ടി തമ്പുരാൻ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. ദൈവദാസനെ, ഞാൻ പല പ്രാവശ്യം നോക്കി ഈ മെസ്സേജ് മാറ്റിയിട്ട് ഒരു നല്ലൊരു മെസ്സേജ്, ഒരു പ്രസംഗം പറയാൻ, പക്ഷെ പറ്റിയില്ല. നിങ്ങളുടെ അടുത്തത് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് തന്ന ദൂത് എന്നോട് നിങ്ങളോട് പറയാൻ സംസാരിച്ച ദൂത് കൈമാറുകയാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങളോട് പറയാൻ ആ രാത്രിയിൽ കിടന്ന സർജറിക്ക് വേണ്ടി കഴുത്തനക്കാൻ കഴിയാതെ ഇങ്ങനെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് കിടന്ന രാത്രി ദൈവാത്മാവ് പറഞ്ഞാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ പൊതിയുന്നു എന്ന് പ്രസംഗിക്കേ.
അവരോട് പറയാൻ പറ, പരിശുദ്ധം നിങ്ങളെ പൊതിയുന്നു. അന്ന് രാത്രിയിലാണ് ഞാനും കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, കർത്താവേ അങ്ങനാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് പൊതിയണമെന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ സർജറി മാറ്റത്തക്കവണ്ണം ദൈവം എന്നെ പിടിപ്പിച്ചത്. ഈ ഒരു ചെറിയ കൂട്ടം, മർക്കോസിന്റെ മാളിക മുറിയിൽ കയറിയ കൂട്ടം പരിശുദ്ധാത്മാവ് പൊതിഞ്ഞ കൂട്ടമാണ്. ഇത് അന്യഭാഷയുടെ കൂട്ടമാണ്, ആത്മനിറവുള്ള കൂട്ടമാണ്, ആത്മാവ് പൊതിയുന്ന കൂട്ടമാണെന്ന് പ്രസംഗിക്കാൻ പറയിപ്പിച്ച ദൈവമാണ് എന്റെ ദൈവം. അതേ ദൈവമാണ് ഇന്നലെ രാത്രിയോട് പറഞ്ഞത്, ഇവരോട് പറയണം പ്രതീക്ഷ വലുതാക്കാൻ, ഇവരോട് പറയണം കല്ലുരുണ്ട് മാറുന്നത് നിങ്ങൾ കാണാൻ പോകുകയാണെന്ന്, ഇവരോട് പറയണം വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി സ്വതവേ തുറക്കുമെന്ന്. ഒരുത്തിന്റെയും സഹായത്തിന് പോകരുത്, സഹായത്തിനായി വേറൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ കണ്ണു പോകരുത്. വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി സ്വതവേ തുറക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സാധ്യതകളെ ഉപയോഗിക്കണം, വേഗം എഴുന്നേൽക്കണം. അതാണ് വിഷയം, വേഗം എഴുന്നേൽക്കണം. എനിക്കറിയില്ല സമയം എത്ര, എന്റെ മുമ്പിൽ ക്ലോക്കില്ല. ഇവിടെ അവർ എന്ന് പറയുന്നത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, മർക്കോസ് 16 പറയുന്നുണ്ട് ആരൊക്കെയാണെന്ന്. മഗ്ദലക്കാരത്തി മറിയ, അനുഭവമുള്ളവളാ കേട്ടോ, ഭൂതം മാറിയവളാ, ദൈവത്താൽ വിടുതൽ പ്രാപിച്ചവളാണ് മഗ്ദലക്കാരത്തി മറിയ. യാക്കോബിന്റെ അമ്മ മറിയ, ശലോമ, ഇവരാണ് 3 പേര്. അവരെന്ത് ചെയ്തു? ശബത്ത് കഴിഞ്ഞ ദിവസം അവർ പോയി സുഗന്ധവർഗം വാങ്ങി. ശിക്ഷയുണ്ടവർക്ക്. സാധ്യതകൾ വല്ലതും ഉണ്ടോ? ശ്രദ്ധിക്കണമേ, ഞാൻ തൂത് പറയാ, സാധ്യതകൾ വല്ലതും ഉണ്ടോ? ഒരു സാധ്യതയുമില്ല. കാര്യം എന്താ? ഇത് കല്ലറയാണ്. പോകുന്നത് പള്ളിയിലേക്കല്ല. പോകേണ്ടത് പള്ളിയിലേക്കല്ല. പോകേണ്ടത് പള്ളിയിലാണെങ്കിൽ നമുക്ക് ഈസിയാ. പക്ഷെ ഇവിടെ പോകേണ്ടത് പള്ളിയിലേക്കല്ല, ഇവിടെ പോകേണ്ടത് ശവക്കല്ലറയിലേക്കാണ്, സാധ്യതയില്ലാത്ത ഇടം. അത് മാത്രമല്ല, അവര് കണ്ടതാണ് വലിയ കല്ല്, അവിടെ കൊടുത്തിരിക്കുന്ന വലിയ കല്ല് വെച്ചത് അവര് കണ്ടതാണ്. പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടിട്ടില്ല. കാര്യം എന്താ? ക്രൂശിക്കപ്പെട്ടപ്പോൾ അവരവിടെ ഇല്ല, പക്ഷെ ഇവരവിടെ ഉണ്ട്. ഇവര് ആ ക്രൂശിന്റെ കീഴിലുണ്ട്, ഇവര് കല്ലറയുടെ അടുക്കലുണ്ട്. അവര് കണ്ടതാണ്, സാധ്യതകളില്ല. കല്ലറകളിൽ, പരിശുദ്ധമ്മ പറയുന്നു, കല്ലറകളിൽ സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയും ഇല്ലാത്തവരിടമാണ് കല്ലറ. പലരും പറയുന്നുണ്ട്, പാസ്റ്റർക്ക് എന്റെ വിഷയം അറിയത്തില്ല, സാധ്യതയൊന്നുമില്ല. എന്നാൽ നിന്നോടാണ് പരിശുദ്ധമ്മ പറയുന്നത്, പ്രതീക്ഷ പണിവാക്കിക്കോ, സാധ്യതയുണ്ട്. കാരണം മനസ്സോടുണ്ട്. നീ പറഞ്ഞ സാധ്യത ഇല്ലാത്തടത്ത് യേശു ഉള്ളതാണ് സാധ്യത. പരിശുദ്ധമ്മ പറയുന്നു, യേശു ഉണ്ട്. ഇല്ലെങ്കിൽ സാധ്യതയില്ല, കല്ലറ അടഞ്ഞതാ, അവസാനമാണ്. പക്ഷെ യേശു ഉണ്ടോ? സാധ്യതയുണ്ട്. പോയി സുഗന്ധവർഗം വാങ്ങിച്ചോ, കാശ് ചെലവാക്കിക്കോ, ആരാധനയ്ക്കായി ചെലവാക്കിക്കോ, പ്രാർത്ഥനാ യോഗങ്ങൾക്കായി ചെലവാക്കിക്കോ. കാര്യമുണ്ട്, സാധ്യതയുണ്ട്. നിന്റെ കയ്യിലുള്ളത് വലിച്ചെറിഞ്ഞോ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എടുത്തോ, പിന്നവരും സമൃദ്ധിയായിട്ട്. അനുഭവത്തിൽ നിന്ന് പറയാ. ഞാൻ എപ്പോഴും പറഞ്ഞു, കർത്താവേ നിറച്ചു തരണം. എന്തിനെന്നറിയാമോ? പകരപ്പെടാൻ. കാരണം ഇത് നിറയ്ക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ഉള്ളിൽ. ഷെയർ ടു അതേഴ്സ്, അത് മറ്റുള്ളവരിലേക്ക് പകരുമ്പോഴാണ് അനുഗ്രഹം. ഇവിടെ സാധ്യതകളില്ല. ഒന്ന് കല്ലറയാണ്, രണ്ടാമത് അവർ കണ്ടു വലിയ കല്ല്, മൂന്നാമത് അത് പൊട്ടിക്കാൻ ഉള്ളതിന് ആർക്കും പറ്റില്ല. ആ ദേശത്ത് പാർക്കുന്ന ഒരാൾക്കും, ഒരധികാരത്തിനും ആ ചങ്ങല അടിക്കാൻ പറ്റില്ല, ആ മുദ്ര പൊട്ടിക്കാൻ പറ്റില്ല. സാധ്യതയില്ല കുഞ്ഞെ, സാധ്യതയില്ല എന്ന് ഉറപ്പിക്കുകയാണ് കല്ലറ. സാധ്യതയില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് അതിനേക്കാൾ വലിയ കല്ല്, അതിനേക്കാൾ വലിയ സാധ്യതയിൽ ഉറപ്പിക്കുന്നത് റോമന്റെ മുദ്ര. അത് അപ്പുറത്തെ സാധ്യതയിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ്. പടയാളികളെ കാവൽ നിർത്തിയിരിക്കുന്നു. ഇത്രയും സാധ്യതയില്ലായ്മ നമ്മുടെ വിഷയത്തിനകത്തുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇവര് ശബത്ത് കഴിഞ്ഞപ്പോ
ഇവര് 3 പേരുടെ പോയി. സഹോദരിമാരോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സഹോദരിമാരെ. അവര് പോയി സുഗന്ധവർഗം വിലക്ക് വാങ്ങി. സാധ്യതയില്ലാത്തിടത്ത് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്, സാധ്യതയുണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. യേശു അവിടെ ഉണ്ടെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്, അവൻ ആരാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നെ കേൾക്കും ദൈവത്തിന്റെ പൈതലേ, അനുഭവം ഉള്ളത് കൊണ്ടാണ് മഗ്ദലക്കാരത്തി മറിയ ഹല്ലേലൂയ വിലക്ക് വാങ്ങിയത്. എന്നിട്ട് അത് ഒരുക്കി വെക്കുകയാ, എന്നിട്ട് അധികാരത്തെ എഴുന്നേൽക്കുകയാ. ഇരുട്ടുള്ളപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുക. എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രതീക്ഷയില്ലെങ്കിൽ ദൈവദാസ, ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ പറ്റാത്ത വിഷയമാണ് നിന്റെ വിഷയം. പ്രതീക്ഷയില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ പറ്റില്ല. നോക്ക്. യേശുവിന്റെ കൂടെ നടന്ന കുറെ ശിഷ്യന്മാരുണ്ട്, പ്രതീക്ഷയില്ല, അനങ്ങുന്നുണ്ടോ? എവിടെയാണെന്നറിയാമോ? ആ കൂട്ടത്തിനകത്ത് നിരാശയല്ലേ? എന്നാൽ ഈ 3 സഹോദരിമാരെ നോക്ക്, അവർക്ക് പ്രതീക്ഷയുണ്ട്. അവർ മുൻപോട്ട് ചലിക്കാൻ പോകുകയാ. എപ്പോൾ? അധികാലത്തെ. എപ്പോൾ? ഇരുട്ടുള്ളപ്പോൾ തന്നെ. എവിടേക്ക്? കല്ലറയ്ക്ക്. എന്ത് കല്ലറ? വലിയ കല്ലുള്ള കല്ലറ. എന്ത് മുദ്രയുള്ള കല്ലറ? പടയാളിൽ കാവൽ നിൽക്കുന്ന കല്ലറ. അതൊന്നും വിഷയമല്ല, ചലിക്കും. പ്രതീക്ഷയുണ്ടോ? നിന്റെ വിഷയത്തിന്റെ വിടുതലിലേക്ക് നീ ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5ാമത് രാത്രിയിൽ കടന്നു വന്നവർ എത്ര പേര്, ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പറയാൻ എന്നെ ഏൽപ്പിച്ച ദൂത്, പ്രതീക്ഷയുണ്ടെങ്കിൽ നിന്റെ കാൽ മുൻപോട്ട് ചലിച്ചാൽ നീ പോകുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്കാണ്, കല്ലുരുണ്ട് മറന്ന അനുഭവത്തിലേക്കാണ്, നീ കാണുന്ന അത്ഭുതത്തിന്റെ വാതിലിലേക്കാണെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചത് ഏറ്റെടുത്താട്ടെ. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. പ്രതീക്ഷ വർദ്ധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന എങ്ങനെ? വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. ദൈവപ്രവൃത്തി കാണും. യഹോവ ഇരേ, ദൈവം കരുതിക്കൊള്ളും. എഫദ തുറന്നു വരും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കും. അതിന്റെ തലമുറ. നീ വിടുതലിന്റെ വാർത്തകൾ പറയുന്നതാണ് പ്രതീക്ഷ വർദ്ധിപ്പിക്കാനുള്ള വിഷയം. സാഹചര്യമൊന്നുമില്ലെങ്കിലും എന്ത് പറഞ്ഞുകൊണ്ട് നടക്കണം? ദൈവപ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം. ദൈവം സഹായിക്കും. ജോൺസൺ പാസ്റ്ററെ, ഓരോരുത്തരെ നോക്കിക്കൊണ്ട് പറ, ദൈവം സഹായിക്കുമെന്ന് പറ. ദൈവം നടത്തും, അത്ഭുതങ്ങൾ നടക്കും. സാധ്യതകൾ നിന്റെ നാവിലൂടെ ഹല്ലേലൂയ അത് പ്രതീക്ഷകളായി വളരട്ടെ. അതിന്റെ പിൻപിൽ ദൈവം പ്രവർത്തിക്കും. ദൂതൻ ഇറങ്ങും. പരിശുദ്ധ ദൂത് പറയും, നീ അവിടെ ചെല്ലുന്നതിന് മുൻപേ ദൂതൻ ഇറങ്ങും. നിന്റെ മുൻപിലെ കല്ലുകൾ ഉരുണ്ടുമാറും. അവിടെ നിന്നെ ഭയപ്പെടുത്തിയ പടയാളികളെ കാണപ്പില്ല. അവിടെ നിന്നെ ഭയപ്പെടുത്തിയ മുദ്ര കാണത്തില്ല. അവിടെ നിന്നെ ഭയപ്പെടുത്തിയ കല്ല് കാണില്ല. അത് മാത്രമല്ല, നീ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട, നിന്നെ വേദനിപ്പിച്ച ഒരു കാഴ്ചയും അവിടെ കാണത്തില്ല. നീ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സഹോദരിയെ, നീ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെ വേദനിപ്പിച്ച എന്താ? നിന്റെ അരിമതാവിനെ കൊല്ലുന്നതല്ലേ, അടിക്കുന്നതല്ലേ, ക്രൂശിക്കുന്നതല്ലേ, അല്ലെങ്കിൽ അവന്റെ ശരീരം നിശ്ചലമാകുന്നതല്ലേ? ഇല്ല. നീ പ്രതീക്ഷയോടെ നീ അവിടെ ചെന്നാൽ നീ കാണുന്ന നിശ്ചലമായ ഒരു ശരീരവുമല്ല, ക്രൂശിക്കപ്പെട്ട ശരീരമല്ല, ചതഞ്ഞ ശരീരമല്ല, പിന്നെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. എന്നെ ആവേശം വിളിക്കുന്നു കേട്ടോ ദിവസ. പരിശുദ്ധാത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകളിലെ നിരാശയുടെ, വേദനകളുടെ, ഹല്ലേലൂയ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ നീ ഇനി കാണില്ല. നിന്റെ കണ്ണ് കാണാൻ പോകുന്നത് ദൈവപ്രവൃത്തികളെ കുറിച്ചാണ്. നീ കേൾക്കാൻ പോകുന്നത് അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള മനുഷ്യന്റെ വാക്കല്ല, ദൂതന്റെ വാക്കാണ്. എത്ര പേര് അത് കേൾക്കുന്നുണ്ട്? വീണ്ടും ദിവസനെ എന്നെ ഓർപ്പിക്കുന്നു, 7 ദിവസത്തെ വാറണ്ടിയേ ഉള്ളൂ ശത്രുവിന്റെ കോട്ടകൾക്ക്. നിനക്കെതിരെ അടഞ്ഞ, പരിശുദ്ധ ദൂത് പറയുന്നു, നിനക്കെതിരെ ചില ദൈവദാസന്മാരോട് ദൈവാത്മാ പറയുന്നു, നിനക്കെതിരെ അടച്ചു വെച്ച പലതും തുറക്കാൻ 7 ദിവസമേ ഉള്ളൂ. 7 ദിവസത്തിനപ്പുറം അവർക്ക് അടയ്ക്കാൻ പറ്റില്ല. നീ ദൈവത്തിന് മഹത്വം കൊടുത്ത് നടന്നാൽ, നെഗറ്റീവ് നിന്റെ വായിൽ വെളിപ്പെടാൻ നടന്നാൽ, വിശ്വാസത്തോടെ നീ നടന്നാൽ, ആർപ്പിടേണ്ട സമയത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താൽ 7 ദിവസമേ ശത്രുവിന് ആയുസുള്ളൂ. അവന്റെ കോട്ടകൾക്ക് ആയുസുള്ളെന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ദൂത് കൈമാറുകയാണ്.
ഒന്നാം ഭാഗം പ്രതീക്ഷ വർദ്ധിപ്പിച്ചോണം. രണ്ടാം ഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. നിങ്ങൾക്കറിയാവുന്ന വേദഭാഗം. നിങ്ങൾ എന്നെക്കാൾ നന്നായി പ്രസംഗിക്കുന്നവരാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഞാൻ ഈ പുസ്തകം മാത്രമേ നോക്കാറുള്ളൂ. എനിക്ക് ഇവിടെ പുറകിലൊന്നുമില്ല. ഇംഗ്ലീഷും ഗ്രീക്കും ഹീബ്രു ഒന്നുമില്ല. അറിയാവുന്ന മാത്രമേ ഈ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ആ മലയാളം വായിക്കുമ്പോൾ തരുന്നത് മാത്രമേ പറയാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യമേ ഞാൻ പറയാറുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. മതി. അതിന്റെ പെട്ടെന്ന് ഒരു വാക്കുണ്ട്. പെട്ടെന്ന് വേഗം എഴുന്നേൽക്കുക. 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഇനി അടുത്തത് 10-ാം വാക്യം. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. മതി. താങ്ക് യു സൗര്യ, നന്ദി. ശ്രദ്ധിക്കണം. യാക്കോബിനെ പിടിച്ചു കൊന്നു. പത്രോസിനെയും പിടിച്ചത് കൊല്ലാനാ. പക്ഷേ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ട് പെസഹ കഴിഞ്ഞിട്ട് കൊല്ലാമെന്ന് അവൻ തീരുമാനിച്ചു. അതിന് പിടിച്ച് കാരാഗ്രഹത്തിനകത്താക്കി. സാധ്യതയുണ്ട് കേട്ടോ. തീർന്നിട്ടില്ല. പരിശുദ്ധമ്മ പറയുന്നു, തീരേണ്ട സമയം കഴിഞ്ഞായിരുന്നു. പക്ഷെ തീരാത്ത ഇപ്പോഴും നിൽക്കുന്നത് നിനക്കൊരു സാധ്യത ദൈവം തന്നിട്ടുണ്ട്. പലരുടെയും വിഷയം അവസാനിച്ചിട്ടും പലരും തീർന്നിട്ടും നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിന്റെ വിഷയത്തിന് ഇപ്പോഴും പരിഹാരമുണ്ട്, സാധ്യതയുണ്ട്. പത്രോസേ, സഭയെ, യാക്കോബിനെ കൊന്നപ്പോൾ സാധ്യതയില്ലായിരുന്നു, പെട്ടെന്നായി പോയി. എന്നാൽ കൊല്ലാൻ വേണ്ടി പിടിച്ചതാണ് പത്രോസിനെ. പക്ഷേ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയതുകൊണ്ടും പെസഹ കഴിഞ്ഞിട്ട് കൊല്ലാമെന്ന് തീരുമാനിച്ചത് കൊണ്ടും അവനെ എന്തോ ചെയ്തു? കാരാഗ്രഹത്തിനകത്തേക്ക് മാറ്റി. തല പോയിട്ടില്ല, സാധ്യതയുണ്ടെന്ന് ദൈവസഭയോട് ദൂത് പറയുന്നു. സാധ്യതയെ നഷ്ടപ്പെടുത്തരുത്. സാധ്യതയുണ്ട്. സഭ എന്തു ചെയ്യണം? ഉണരണം, പ്രാർത്ഥിക്കണം, വിഷയം ഏറ്റെടുത്തോണം. കാരണം സാധ്യതയുണ്ട്, സമയം കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെടുത്തരുത്. കളിക്കളത്തിലേക്ക് ഓടരുത്. ഇവിടെ പീസിനാക്ക് നടക്കുക എന്റെ അടുത്താണ്. ഇതൊക്കെ ഞാനിങ്ങനെ എനിക്ക് കിട്ടുന്ന അവസരം ഇതെല്ലാം പറയും, പേടിയില്ലാത്തതുണ്ട്. കാരണം എനിക്ക് സ്റ്റേജ് വേണ്ട, എനിക്ക് സ്റ്റേജ് ദൈവം തരും. ദൂതുള്ളവനെ സ്റ്റേജ് ആരും കാട്ടി പേടിപ്പിക്കണ്ട. എന്നോട് ദൈവം പറഞ്ഞ, ഏലിയാവേ, നീ അകത്ത് പ്രാർത്ഥിച്ചു ദൂതെടുത്താൽ നിന്നെ കൊട്ടാരത്തിൽ നിർത്താനുള്ള സ്റ്റേജ് ഞാൻ ഒരുക്കും. സ്റ്റേജിന്റെ പുറകെ നടന്ന് നീ കോംപ്രമൈസ് ചെയ്യേണ്ട. അത് PCNAC-ആണെങ്കിലും IPCയുടെ കോൺഫറൻസ് ആണെങ്കിലും AGയുടെ കോൺഫറൻസ് ആണെങ്കിലും ഇനി ഏത് വലിയവന്റെ കോൺഫറൻസ് ആണെങ്കിലും കളിക്കളമാക്കി മാറ്റിയാൽ സംസാരിക്കും. വോളിബോൾ ടൂർണമെന്റും സുവിശേഷ യോഗവും ഒരുമിച്ച് നടക്കുകയില്ല. ക്രിക്കറ്റും സുവിശേഷ യോഗവും ഒരുമിച്ച് നടക്കുകയില്ല. കളിക്കളവും യുദ്ധക്കളവും ഒരുമിച്ചായാൽ പട്ടുപോകും. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഞാൻ ആ വിഷയം വിടുകയാണ്, അതെന്റെ വിഷയമല്ല. പക്ഷെ പറയും. ആരെങ്കിലും ഒരാൾ പറയാൻ വേണ്ടായോ? ഏലിയാവ് മാത്രമല്ല, ഏലിയാവിനെ പോലെ അതിനേക്കാൾ ശക്തന്മാരായ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പം ഒളിച്ചിരിക്കുക. ഒരു ഏലിയാവ് ഉള്ളത് കൊണ്ടല്ലേ ആഹാബേ നീയും നിന്റെ അപ്പനും കൂടെ ചേർന്നുകൊണ്ടാണ് ഇസ്രായേൽ മക്കളെ വിഗ്രഹാരാധനയിലേക്ക് നയിക്കുന്നെന്ന് പറയാൻ ഒരു ഏലിയാവ് ഉള്ളത് കൊണ്ടല്ലേ ഇസ്രായേൽ മക്കളെ പിന്നീട് മടക്കി കൊണ്ടുവരാൻ പറ്റിയത്. ഏലിയാവിന്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട. ഏലിയാവിനെ പോറ്റാൻ തമ്പുരാൻ സറഫത്തിലെ വിധവയും കാക്കയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യം. ഓക്കെ, ഞാൻ ആ വിഷയം വിടുക. ശ്രദ്ധിക്കണം, സാധ്യതയുള്ളപ്പോൾ നമ്മൾ കളിക്കളത്തിലേക്ക് പോകരുത്. സാധ്യത ദൈവം തരുമ്പോ ഉണരണം. ദൈവസഭയോട് പറഞ്ഞിട്ട് സാധ്യതയുള്ളപ്പോൾ നമ്മൾ ഉണരണം. ദൈവം അവസരം തന്നു. ഇല്ലെങ്കിൽ കോവിഡിൽ
കോടിക്കണക്കിന് തീർന്നപ്പോ നമ്മളും തീരേണ്ടതാണ്. പക്ഷെ ദൈവം ഒരു സാധ്യത തന്നിരിക്കുക. 42 വയസ്സുള്ളവൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് തീരുകയാ. സാധ്യത തന്നിരിക്കുക ഒരു ദിവസം കൂടെ. അപ്പൊ നമ്മൾ വേറെ പരിപാടിക്ക് പോകരുത്, കളിക്കളത്തിലേക്ക് പോകരുത്. കാരണം വിടുതലിനുള്ള സാധ്യത ദൈവം തന്നിരിക്കുകയാണ്. ചിലരെ കൂടെ വിടുവിക്കാനുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ ദൈവം അവസരം തന്നിരിക്കുകയാണ്. സഭ ഉണർന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് കാരാഗൃഹത്തിന്റെ അകത്ത് വലിയ വാതിലും കടന്ന്, 1-ാം വാതിലും 2-ാം വാതിലും കടന്ന് അകത്ത് ഇരുട്ടുള്ള മുറിയിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് പത്രോസ് കിടക്കുകയാ. വാഗ്ദത്തമാ കിടക്കുന്നത്. ചങ്ങലയിൽ കിടക്കുക. ഇവിടെ സാധ്യതകളെ ഉപയോഗിച്ചപ്പോൾ ദൈവം ദൂതനെ അവിടെ ഇറക്കി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രതീക്ഷ വർദ്ധിപ്പിക്കുക, സാധ്യതകളെ ഉപയോഗിക്കുക, സാഹചര്യങ്ങളെ ഉപയോഗിക്കുക. ദൂതനെ അവിടെ ഇറക്കിയപ്പോൾ മുറിക്കകത്ത് വെളിച്ചം വന്നു. അടുത്ത വാക്ക്, അവനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, വേഗം എഴുന്നേൽക്കണം. പരിശുദ്ധാത്മാവ് സഭയോടെ പറയുന്നു, വേഗം. ദൈവസഭയെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വേഗം. മീറ്റിങ്ങുകൾ നിർത്തരുത്. എന്തിനാ എപ്പോഴും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലയോ? ഇങ്ങനെ മീറ്റിങ്ങുകൾ. സൂമിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലയോ? ഇനി പിന്നെ ഒരു കാലവും കഴിഞ്ഞിട്ടില്ല. ദൈവം ഒരുക്കി തന്ന പരിപാടിയായത്. അല്ലെങ്കിൽ അമേരിക്ക കിടക്കുന്ന ഞാനും ബോംബെ കിടക്കുന്ന നിങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? പല വീട്ടിലിരിക്കും, നമ്മളെല്ലാം കണ്ട് ഒരുമിച്ചിരിക്കുകയല്ലേ? ഇതൊരു സാധ്യതയല്ലേ? ഇത് സിനിമ കാണാനല്ലല്ലോ, കഥ പറയാനല്ലല്ലോ, ദൈവത്തെ കുറിച്ച് പറയാനല്ലേ? ഇത് ദൂത് കൈമാറാനല്ലേ? അഭിഷേകം പകരാനല്ലേ? ഇതിനകത്തൂടെ ദൈവം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇതിനകത്തോട് ഇപ്പോൾ തന്നെ അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. തമ്മിൽ നോക്കുമ്പോൾ തന്നെ സന്തുൽമാനെ കാണുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി, രോഗസൗഖ്യമായ അസ്ഥി, ഞാടി, ഞരമ്പ്, രക്തധമനികളുടെ മേൽ വ്യാപരിക്കുന്ന നല്ല രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ തീങ്കൽ മെഴുകി ഉരുകിപ്പോകുന്ന പോലെ ഉരുകിപ്പോകട്ടെ. ചൂടികൾ മഞ്ഞുരുകി പോകുന്ന ഉരുകിപ്പോകട്ടെ. മീന്റെ മേൽ ചെതുമ്പൽ ഉരിഞ്ഞു കളയുന്ന പോലെ രോഗബന്ധനങ്ങളെ ഞാൻ ഉരിച്ചെറിഞ്ഞു കളയുകയാണ് യേശുവിന്റെ നാമത്തിൽ. സൗഖ്യം ഇപ്പോൾ തന്നെ കൽപ്പിക്കുകയാണ്. ക്ഷീണങ്ങൾ മാറട്ടെ, തളർച്ചകൾ മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ, ശൂന്യതകളെല്ലാം നിറവായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നീ ഇപ്പോൾ ഇരിക്കുന്ന ഭവനം നിറവിന്റെ ഭവനമായി മാറട്ടെ, ആശ്വാസ ഭവനമായി മാറട്ടെ, അത്ഭുത ഭവനമായി മാറട്ടെ, പ്രാർത്ഥന ഭവനമായി മാറട്ടെ, അത്ഭുത ഭവനമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടേക്ക് മടങ്ങി വരാം. സാധ്യതകൾ ഉപയോഗിക്കാൻ ദൂതൻ ഇറങ്ങി, വെളിച്ചമുണ്ടായി. ദൂതൻ പറഞ്ഞ കാര്യം ഇതാണ്, ദൈവവചനം നിന്നെ ഉണർത്തിയാൽ. ദൂതൻ ഇറങ്ങി തട്ടി ഉണർത്തി, ഉറങ്ങുന്നവനെ ഉണർത്തി. ദൈവവചനം നമ്മളെ ഉണർത്തിയാൽ, തന്നോടാ സംസാരിക്കുന്നത്, എന്റെ വിഷയത്തോട് സംസാരിക്കുന്നത്. അതാണ് നിന്നെ തട്ടുന്നത്. തട്ടുക. യേശു ഇപ്പോൾ സഭയുടെ വാതിൽക്കൽ നിന്ന് മുട്ടുക. തട്ടുക. ആരെങ്കിലും ഈ ശബ്ദം കേട്ടാൽ വേഗം വന്ന് വാതിലും തുറന്നാൽ അതാണ് ഉണരുക. യേശുവിന്റെ സ്വഭാവമുണ്ട്, വേഗം വേണം. അത്ഭുതം വേഗം നടക്കണമോ? വേഗം വേണം. പ്രശ്നം വലുതാണെങ്കിൽ വേഗം വേണം. ദൈവം എത്ര പെട്ടെന്നാ. സഭക്കാര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് വിചാരിക്കുന്നത് നാളെ ഇനി രാവിലെ പുള്ളിക്കാരൻ നേതാവ് എഴുന്നേൽക്കുമ്പോൾ അയാളുടെ സ്വഭാവത്തിനൊരു മാറ്റം വന്ന് അയാൾ ഇനി വേണ്ടാന്ന് വെച്ചാലോ, അങ്ങനെയൊക്കെ അവര് വിചാരിക്കുന്നത്. പക്ഷെ ദൈവം അതിനേക്കാൾ മുമ്പിൽ പ്രവർത്തിക്കുക. ഈ രാത്രി തന്നെ ദൂതനെ ഇറക്കുക. നീ വിചാരിക്കുന്ന പോലെ ഹേരോദാവിന്റെ മനസ്സ് മാറേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും വിചാരില്ല. ഈ രാത്രി തന്നെ പണി വരും. ദൈവാത്മാ പറയുന്നു, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ചില അത്ഭുതങ്ങളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാസനെ ദൈവം പറയുമോ, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവാത്മാ പറഞ്ഞു ചിലരോട്, പെട്ടെന്ന് നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം. നീ പ്രതീക്ഷിക്കുന്നത് ആ വഴി ഈ വഴിയല്ലേ, എന്നാൽ ദൈവം വേറെ തുറക്കുകയാ. നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത രാത്രിയായിട്ട് ദൈവം നടക്കുക. ഇരുട്ടുള്ളപ്പോൾ തന്നെ രണ്ടിടത്തും അത് സംഭവിക്കുക. ഇരുട്ടുള്ളപ്പോ
ദൂതൻ തട്ടി ഉണർന്ന് പറയണം, വേഗം എഴുന്നേൽക്കുക. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയാവോ? കാരണം ക്ഷീണിച്ച് കിടക്കുക, ചങ്ങലയുണ്ട്, എങ്ങനെ വേഗം എഴുന്നേക്കുന്നേ? ചങ്ങലയുമായിട്ട് കെട്ടി അവന് ബന്ധിച്ചിട്ടിരിക്കുക, വേഗം എഴുന്നേക്കാൻ പറയാ. എന്ന പുസ്തകം പറഞ്ഞ അവൻ എഴുന്നേറ്റപ്പോ ചങ്ങല വീണു, ചങ്ങല അഴിഞ്ഞു വീണു. നമ്മളായിരുന്നെങ്കിൽ പാസ്റ്റർ ചങ്ങല പ്ലീസ്, ചങ്ങലയൊക്കെ ദൂത ചങ്ങല ഒന്ന് അഴിച്ചിട്ട് വേഗം എഴുന്നേക്കണമെങ്കിൽ ചങ്ങലയൊക്കെ ഒന്ന് അഴിയണം. നോ, നീ വേഗം എഴുന്നേറ്റാൽ ചങ്ങല അഴിയും, ഏത് ബന്ധനം അഴിയും. വാചനം കേട്ട് നീ ഒന്ന് ബലപ്പെട്ടാൽ ചങ്ങല അഴിയും, വചനം കേട്ട് നീ ഒന്ന് കയ്യറിയ ചങ്ങല അഴിയും, രോഗബന്ധനം അഴിയും, ശത്രുവച്ച ഏത് പദ്ധതിയും പൊളിയും. ദൈവവചനം നിന്റെ അകത്തേക്ക് കയറിയെങ്കിൽ, തന്നോടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, നിനക്കൊരു ആവേശം വന്നാൽ നീ ഒന്ന് എഴുന്നേറ്റ് തുള്ളിയാൽ ചങ്ങല അഴിയും, പ്രതികരിച്ച ചങ്ങല അഴിയും, ശത്രുവിന്റെ എല്ലാ ബന്ധനവും അഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ അങ്ങനെ ഞാൻ പ്രതികരിക്കുന്നവനാ, ഭ്രാന്തനാ ഞാൻ. എന്റെ തലമുറയോട് പറഞ്ഞിട്ടുണ്ട്, പ്രതികരിക്കണം, ഭ്രാന്തനായിട്ട് പ്രതികരിക്കണം. മനുഷ്യരോട് പ്രതികരിക്കുന്നതിനേക്കാൾ ഈ പുസ്തകത്തോട് പ്രതികരിക്കുക, ഈ പുസ്തകത്തിന് വേണ്ടി സംസാരിക്കുക. ആരും കേട്ടില്ലെങ്കിൽ, ദൈവാത്മ വീണ്ടും ദൂത് പറയുന്നു, നിന്റെ തലമുറയോട് നീ ഈ പുസ്തകം പറ. ലോകത്തോട് പറഞ്ഞാൽ അവർ കേട്ടില്ല, പ്രശ്നമല്ല. സഭയോട് പറഞ്ഞാൽ കേട്ടില്ല, പ്രശ്നമല്ല. പറഞ്ഞുകൊണ്ടിരിക്കണം. നോഹയെ പോലെ നോഹ പറഞ്ഞു, ജലപ്രളയം വരും, മനസ്സന്തരപ്പെട്, ജലപ്രളയം വരും, മനസ്സന്തരപ്പെട്. വെള്ളം തുള്ളി വീഴാത്തയിടത്താണ് ഇത് പറയുന്നത് ജലപ്രളയം വരുമെന്ന്. ഹാലലിയ. ഒരു തുള്ളി വെള്ളം ആകാശത്തുനിന്ന് കാണാത്തവരാണ് പറയുന്നത് ജലപ്രളയം. പക്ഷെ ഇത് പറഞ്ഞത് ദൈവമായിട്ടുണ്ട്. അവൻ മനുഷ്യരോട് പറഞ്ഞു, ലോകത്തോട് പറഞ്ഞു, സഭയോട് പറഞ്ഞു, ആരും തലമുറയോട് പറഞ്ഞു. ആരും കേട്ടില്ല. പക്ഷെ നീ പറഞ്ഞത് നിവർത്തിക്കാൻ ഒരു ദിവസം ദൈവം ഇറങ്ങി വരും. നീ പറഞ്ഞത് ആരും കേട്ടില്ലെങ്കിലും, നിന്നെ ആരും അംഗീകരിച്ചില്ലെങ്കിലും, നീ പറയുന്നത് ദൈവവചനമാണെങ്കിൽ, നീ പറയുന്നത് ദൈവശബ്ദമാണെങ്കിൽ, നീ പറയുന്നത് ദൈവത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ, നീ പറയുന്നതിനെ നിവർത്തിക്കാൻ, നിന്നെ നിരസിച്ചവരുടെ മുൻപിൽ നീ പറഞ്ഞതിനെ ഉറപ്പിക്കാൻ ദൈവം ഒരു ദിവസം ജലപ്രളയം വരുത്തും. അവിടെ 8 പേര് രക്ഷപ്പെട്ടു പെട്ടകത്തിനകത്ത്. ആ 8-ൽ 7 പേര് അവന്റെ തലമുറകളാണ്, അവന്റെ കുടുംബമാണ്. ആ 7 പേര് രക്ഷപ്പെടാൻ കാരണം 8-ാമനായി ഇവൻ ദൈവത്തിന്റെ ശബ്ദത്തെ വിടാതെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യലെ, ഈ രാത്രി എന്നെ കേൾക്കുന്ന വൈദ്യലെ, ദൈവശബ്ദമായി മാറ്, ദൈവശബ്ദമായി മാറ്. ഈ പുസ്തകം പറ. ഇവിടെ വേഗം എഴുന്നേക്കണം. ഞാൻ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ വേറെ ഭാഗത്ത് കൊണ്ടു. സക്കായി ആ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക, ആരും കാണുന്നില്ല. യേശു അതിന്റെ കീഴിൽ വന്നിട്ട് മേളിലോട്ട് നോക്കിയിട്ട് പറയാം, സക്കായിയെ, നമ്മളായിരുന്നെ പറഞ്ഞേ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ, സക്കായിയെ പതുക്കെ സൂക്ഷിച്ചിറങ്ങിയോ, സൂക്ഷിച്ച് പതുക്കെ മതി, സൂക്ഷിച്ച്. കാരണം മരത്തിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ചാടി ഇറങ്ങാൻ പറ്റില്ല. ബോധമുള്ളവൻ പറയുന്നത് എങ്ങനെയാ, സൂക്ഷിച്ച് പതുക്കെ. എനിക്ക് ഇച്ചിരി ബോധം കൂടുതൽ, അതുകൊണ്ട് ഞാനിങ്ങനെ പറയത്തുള്ളൂ, സൂക്ഷിച്ച് പതുക്കെ. സക്കായി കയറിയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സംഗതി വിഷയമാണ്, താഴെ വീഴാൻ സാധ്യത ഉണ്ടോ, അതുകൊണ്ട് പതുക്കെ ഇറങ്ങി, ഞാൻ താഴെ നിൽക്കാം. പക്ഷെ യേശു അങ്ങനല്ല. യേശു പറഞ്ഞെന്ന് അറിയാമോ, വേഗം ഇറങ്ങി വാ. അതിന് കാര്യമുണ്ട്. നിന്റെ വീട്ടിനകത്ത് ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് താങ്ങിയും തൂങ്ങിയിരുന്ന നടക്കുകയില്ല. വേഗം ഇറങ്ങി വാ. ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ വേഗം ഇറങ്ങി വന്നാൽ നീയും അബ്രഹാമിന്റെ സന്തതിയാകും, നിന്റെ വീടിന് അനുഗ്രഹം വരും. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. സമയം കളയാതെ വേഗം പ്രാർത്ഥനയിൽ ഒരു ജാഗ്രത, ആരാധനയിൽ ഒരു ജാഗ്രത, ഒരു വേഗം വെളിപ്പെട്ടാൽ തമ്പുരാൻ കരുതിയിരിക്കുന്ന അനുഗ്രഹം പെട്ടെന്ന് നിന്റെ മേൽ പകരും. ഇവിടെ എന്താണെന്നറിയാം, വേഗം ഇറങ്ങി വരാൻ പറഞ്ഞത് വാതിലുകൾ സ്വതവേ തുറക്കാൻ വേണ്ടിയാ. ഹലോ, പരിശുദ്ധാത്മാവ് ദൂത് വരുന്നു. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. വേഗം എഴുന്നേൽപ്പിക്കുന്നത് പുള്ളിക്ക് വേറെ പണിയുണ്ടായിട്ടല്ല. പിന്നെ എന്തിനറിയാമോ, നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നു വെച്ചിരിക്കുക. നീ അങ്ങോട്ട് പോയപ്പോ ചിന്തിച്ചത്, അയ്യോ ഈ വലിയ വാതിൽ എങ്ങനെ തുറക്കും, ഈ 2-ാം വാതിൽ എങ്ങനെ തുറക്കും, 1-ാം വാതിൽ എങ്ങനെ തുറക്കും എന്നൊക്കെ ഉള്ള ഒത്തിരി ചിന്തയില്ലേ. അതെല്ലാം തുറന്നു വെച്ചിരിക്കുകയാടാ. നിനക്കത് കാണണ്ടായോ? നിനക്ക് അതിനകത്തോടെ പുറത്തു വരണ്ടായോ? അത് വേഗം പരിശുദ്ധാത്മാവ് ഈ ചില ജീവിതങ്ങളെ നോക്കിയോട് പരിശുദ്ധ വേഗം 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 നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. വേഗം വേഗം വന്നാൽ വേഗം കാണാം.
പരിശുദ്ധമായ ഒരു വാക്ക് ദൈവാസനെ പറയുന്നു, അസാധാരണമായ അനുസരണത്തിലേക്ക് വന്നാൽ അസാധാരണമായ അത്ഭുതത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകും. ഇത് എഴുതി വെച്ചോ ഈ വാക്ക്. അസാധാരണമായ അനുസരണം, അസാധാരണമായ അത്ഭുതം. പെട്ടെന്ന് അവൻ എഴുന്നേറ്റു, ദൂതന്റെ പുറകെ നടന്നു. ഒന്നും ചെയ്യണ്ട കേട്ടോ, ഒന്നും ചെയ്യണ്ട. ദൂതന്റെ പുറകെ നടന്നു, എങ്ങും നോക്കണ്ട, ആരെയും നോക്കണ്ട, ആര് തുറക്കും ഒന്നും വിഷയമല്ല. ദൂതന്റെ പുറകെ നടന്നപ്പോൾ 1-ാം വാതിലും 2-ാം വാതിലും കടന്നു. അടുത്ത വാക്ക് ഇരുമ്പ് വാതിൽ എന്ന് പറഞ്ഞാൽ ആനകളെയും കൊണ്ട് തുറക്കുന്ന വാതിലല്ല, ആർക്കും തുറക്കാൻ പറ്റിയല്ല. ഇരുമ്പ് വാതിൽ, അതാണ് പ്രത്യേകമായിട്ട്. 1-ാം വാതിലിനെ കുറിച്ച് വിവരണമില്ല, 2-ാം വാതിലിനെ കുറിച്ച് വിവരണമില്ല. പക്ഷേ 3-ാം വാതിൽ, അവസാനത്തെ വാതിലിനെ കുറിച്ച് ഉണ്ട്. ഇരുമ്പ് വാതിൽ. അതെങ്ങനെ തുറന്നു പാസ്റ്ററെ? സ്വതവേ തുറന്നു. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു, നിന്റെ തലമുറകൾക്ക് വേണ്ടി ചില വാതിലുകൾ സ്വതവേ തുറക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി ചില വാതിലുകൾ സ്വതവേ തുറക്കാൻ പോകുകയാണ്. നിന്റെ ഒരു അധ്വാനം വേണ്ട, നിന്റെ അനുസരണം മാത്രം മതി. വെളിപ്പാട് പുസ്തകത്തിനകത്തൊരു വാക്കുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഇല്ലില്ല, ആരും അടക്കില്ല പാസ്റ്ററെ, ആരും അടക്കില്ല ദേവദാസ, ആരും അടക്കില്ല. കാരണം ഇത് തുറന്നത് ദൈവമാണ്, ഇതിന്റെ പിൻപിൽ ദൈവമാണ്, അതിനെ അടയ്ക്കാൻ ആർക്കും പറ്റില്ല. ദൈവം വീണ്ടും പറഞ്ഞു, നിന്നെ അറിയാവുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി വാതിൽ തുറന്നത്. എങ്ങനെ അറിയാം? അവിടെ കൊടുത്തിട്ടുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും. അപ്പൊ നിന്റെ ബലഹീനത എന്താണെന്നും നിന്റെ ശക്തി എന്താണെന്നും നീ ആരാണെന്നും നീ ഇപ്പോൾ എവിടെയാണെന്നും നിന്നെ നന്നായി അറിയാവുന്ന ഒരു ദൈവം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരെ കുറിച്ചും പലർക്കും അയ്യോ നിന്റെ വിഷയം നന്നായി അറിയാവുന്ന ദൈവം പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി ഒരു വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അത് അടച്ചുകൂടാ. പരിശുദ്ധ എത്ര പേര് ദൂത് കൈമാറുന്നു, ഏറ്റെടുക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, എഫെസോസിൽ വെച്ച് പറയുന്നുണ്ട്, ഇവിടെ എനിക്ക് വലിയതും വിശാലവുമായ ഒരു വാതിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, എതിരാളികളും ഉണ്ട്. പക്ഷെ വിഷയമല്ല, എതിരാളികളെ കുറിച്ചല്ല ആദ്യം പറഞ്ഞത്, ഉറക്കെ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചാണ്, ദൈവപ്രവർത്തിയെക്കുറിച്ചാണ്. എതിരാളികളെ കുറിച്ച് പറഞ്ഞത് പുറകിലാണ്, പതുക്കെയാണ്. അവൻ അവിടെ നിന്നോട്ടെ, പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റിയല്ല. പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു, എതിരാളികളുണ്ട്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കാരണം തുറന്നത് ദൈവമാണ്, അടയ്ക്കാൻ ആർക്കും പറ്റുകയില്ല. കണ്ണുകളെ അടയ്ക്കാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ വാക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പ്രസംഗം ഞാൻ പ്രസംഗിച്ചില്ല, നല്ല പ്രസംഗമാണെന്ന് നിങ്ങൾ പറയണ്ട, നോ പ്രോബ്ലം. പക്ഷെ ഈ ദൂത് നിങ്ങൾ വിശ്വസിക്കേ, ദൈവാത്മാവ് തന്ന ദൂതാണ്. നിങ്ങൾക്ക് മുൻപിൽ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് പൗലോസ് പറഞ്ഞതുപോലെ ചെറിയതല്ല, വലിയതും വിശാലവുമായ ഒരു വാതിൽ. ഉണങ്ങിയ നിലം, ഇരുമ്പ് വാതിൽ, സ്വതവേ തുറക്കുന്ന ഇടത്ത് ഒരു ദൈവപ്രവൃത്തി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടാൻ പോകുകയാണ്. നീ പ്രതീക്ഷിക്കുന്നതിന് മുൻപേ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നിന്നെ അത്ഭുതമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഈ ദിവസങ്ങളിൽ ഉണര്, പെട്ടെന്ന് ഇത് സാധ്യതയുടെ സമയമാണ്. ഇത് നഷ്ടപ്പെടുത്തരുത്, സാധ്യതയുടെ സമയമാണ്. അധികാലത്തെ എഴുന്നേൽക്ക്. ഇരുട്ടുള്ളപ്പോൾ തന്നെ 10 മണി ആകട്ടെ, ഇല്ലില്ല, അത് സാധ്യത ഇല്ലാത്തവന്റെ ലക്ഷണമാണ്. സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ ലക്ഷണം അധികാലത്തെ ഉണർന്ന് വേഗം ശ്രദ്ധയോടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവം സംസാരിച്ചെങ്കിൽ, നിങ്ങളോട് ഇടപെട്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ആ കരത്തിൽ ഇന്ന് രാത്രി കർത്താവ് പിടിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, തിരുപാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവസഭയോട് കൂടെ
അടിയനും അവരോട് ചേർന്നായിരിക്കാൻ, അവരിൽ ഒരുവനായിട്ടായിരിക്കാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. അവരിൽ ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ അവരുടെ നടുവിൽ എഴുന്നേറ്റു നിന്നു. ഭയപ്പെടേണ്ട, യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം എന്റേതാണെന്ന് അവരെ പറഞ്ഞ് അവരെ ബലപ്പെടുത്തി. അതുകൊണ്ട് നിങ്ങൾ ഇന്ന വഴിക്ക് നാളെ എഴുന്നേറ്റ് അതുവഴി ചെല്ലാൻ പറഞ്ഞതുപോലെ ആ അനുസരണത്തിലേക്ക് അവരെ നടത്തിയതുപോലെ അടിയന്റെ മേൽ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിപ്പാൻ, ഈ സഭയോട് സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനം, ആ ദൂത്, ആ ആലോചന, ആ അരുളപ്പാട് കർത്താവെ അത് അനുസരണമാക്കി മാറ്റുവാൻ കർത്താവ് ഇതിന്റെ മക്കളെ സഹായിക്കണമേ. അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം വാതിൽക്കലുണ്ട്, വിടുതൽ വാതിൽക്കലുണ്ട്. വാതിലുകൾ സ്വതവേ തുറന്നിട്ടുണ്ട്, കല്ലുരുണ്ട് മാറിയിട്ടുണ്ട്. കേൾക്കേണ്ടത് ദൈവപ്രവർത്തി, ഉയർപ്പിന്റെ ശബ്ദം കേൾക്കുവാൻ ദൂതനവിടെ കാത്തുനിൽപ്പുണ്ട്. ഓഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ അത്ഭുതങ്ങൾ അവരുടെ കൺമുൻപിൽ കാണുവാൻ, ദൈവപ്രവർത്തികൾ അവരുടെ കൺമുൻപിൽ കാണുവാൻ, വാതിലുകൾ സ്വതവേ തുറന്നത് അനുഭവത്തിൽ വെളിപ്പെടുവാൻ, ഹല്ലേലൂയ, ഉയർപ്പിന്റെ ശബ്ദം, വിടുതലിന്റെ ശബ്ദം, അത്ഭുതത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കുവാൻ കർത്താവരെ സഹായിക്കണം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു, ദൈവദാസനെ കുടുംബമായി അനുഗ്രഹിക്കുന്നു, കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു, ഇതിനകത്ത് ഭാഗവക്കായി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും ഞാൻ അവരെ അനുഗ്രഹിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു അത്ഭുതമായി മാറും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ദൈവം ശക്തമായി ഉപയോഗിക്കും, നിങ്ങളുടെ തലമുറകളെ ഉപയോഗിക്കും. അവരുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. അത് അനേകർക്ക് ആശ്വാസമായി മാറും യേശുവിന്റെ നാമത്തിൽ. ഈ ഗ്രൂപ്പ് അത്ഭുതങ്ങളുടെ ഗ്രൂപ്പായി മാറട്ടെ. ഈ ഗ്രൂപ്പ് ചെറിയ കൂട്ടം അത്ഭുതങ്ങളുടെ കൂട്ടമായി മാറട്ടെ. അങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച ദൈവം ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ മണ്ഡലങ്ങളും തുറന്നു കൊടുത്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂടിരുന്ന് സഹായിച്ചാൽ അടിയനെ താഴ്ത്തുന്നു, കുറവുകളെ ക്ഷമിക്കണമേ കർത്താവെ. കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. അടിയനെ താഴ്ത്തുന്നു, അങ്ങയുടെ നാമത്തെ മാത്രം ഉയർത്തുവാൻ കർത്താവ് സഹായിക്കണമേ. അടിയൻ അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ അടിയനിലൂടെ കർത്താവ് കുടുംബത്തിലൂടെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കും. തിരുക്കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു, ഒരുമിച്ച് താഴ്ത്തുന്നു. മഹത്വം മുഴുവൻ യേശു കർത്താവിന്. പ്രാർത്ഥനയുടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു, താങ്ക് യു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 5-ാം ദിവസം രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ അവിടത്തെ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നല്ല വെളിപ്പാടുകൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ സ്തോത്രം വളരെ ആഴമായി, ഹല്ലേലൂയ, എന്റെ ഭാഷ പറഞ്ഞാൽ ഒട്ടും മതി വരാത്ത രീതിയിൽ, ഹല്ലേലൂയ, സമയം പോയത് ആരും അറിഞ്ഞില്ല. സ്തോത്രത്തോളം പരിശുദ്ധാത്മ വലിയ സാന്നിധ്യം രാത്രി ഹല്ലേലൂയ ദാസർ കൂടി ദൈവം വെളിപ്പെടുത്തിയല്ലോ. ഹല്ലേലൂയ, ദാസനുള്ള നന്ദി എന്റെ വ്യക്തിപരമായ പേരും സഭയുടെ പേരും അറിയിക്കുന്ന ദാസൻ ദൈവം ധാരാളമായി അനുകരിക്കുമാറാകട്ടെ. എനിക്കറിയാം, ഹല്ലേലൂയ, സ്തോത്രം, ഇന്നത്തെ മെസ്സേജ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രദർശനമായിരുന്നു. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥന ആരംഭത്തിൽ പറഞ്ഞു, ഹല്ലേലൂയ, അത് കേവലം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും ഒരു വലിയ പ്രദർശനമായി കാണപ്പെടുവാൻ ഇന്ന് രാത്രി കേട്ടവർക്കറിയാം, അനുഭവിച്ചറിയാം. ഹല്ലേലൂയ, ഹൃദയത്തോടെയും സംസാരിച്ചു. പരിശുദ്ധാത്മ വലിയ ഒരു പ്രദർശനമായി തന്നെ കാണുവാനിടയായി തോന്നുന്നു. ഹല്ലേലൂയ, പ്രതീക്ഷകൾ അർപ്പിക്കണമെന്നും, ഹല്ലേലൂയ, വാതിലുകൾ സ്വതവേ തുറക്കപ്പെടുന്നുള്ള ദൈവിക ദൂതുകളുടെ വലിയ ഹല്ലേലൂയ വെളിപ്പാടാണ് ഇന്ന് രാത്രി നമുക്ക് ഇടയായി തീർന്നത്. ഉപവാസ പ്രാർത്ഥന 1-ാം ദിവസം വരെ പറഞ്ഞു വരുന്ന വാക്കാണ്, ചില അത്ഭുതങ്ങൾ നടക്കുന്നു, അസാധാരണമായ അത്ഭുതങ്ങൾ ഈ കൂട്ടത്തിൽ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, എനിക്കറിയാം, സ്തോത്രം, ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, തന്റെ ജീവിതാനുഭവത്തിൽ ഇന്നത്തെ പകലത്തെ പ്രാർത്ഥനയിൽ തന്റെ രാത്രിയിൽ അനുഭവിച്ച സാക്ഷ്യത്തോടാണ് ഇന്ന് നമ്മുടെ മധ്യ ശുശ്രൂഷിച്ചത്. ഹല്ലേലൂയ, ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര അത്ഭുത ദൈവമാണ്. ദൈവമക്കളെ നമ്മൾ ചെലവഴിക്കുന്ന സമയം വെറുതെ അല്ല, അതിന്റെ മേൽ അത്ഭുതങ്ങൾ നമ്മുടെ പ്രാപ്തകൾക്ക് ദൈവമാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് രാത്രി വലിയ പ്രതീക്ഷകളോടെ ഹല്ലേലൂയ ദൈവസ്ഥലായിരിക്കാം. നമ്മൾ അടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ, കഥ വേഗത്തിൽ എഴുന്നേൽക്കേണ്ടിടത്ത്, തട്ടി ഉണർത്തിടത്ത് പരിശുദ്ധാത്മാവിന്റെ ശബ്ദമനുസരിച്ച് നമുക്ക് എഴുന്നേൽക്കാം. ഉത്സാഹത്തെ മടിപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പാൻ ഈ രാത്രിയും ഇടയാകുമാറാണ്. ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, കേട്ട ഞങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമ്മളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദാസൻ പ്രിയ റെനി ഫിലിപ്പ് ദയവായി ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. സ്തോത്രം, ദാസൻ പ്രിയ റെനി ഫിലിപ്പ്. हालेलुया, हालेलुया, हालेलुया। प्रेमी दयालु अनुग्रहकारी सर्वशक्तिमान दयालु पिता परमेश्वर, हम आपका शुक्रिया अदा करते हैं खुदा। पिता परमेश्वर, आज इस पिता परमेश्वर उपवास प्रार्थना के 5वें दिन पिता परमेश्वर शाम के वक्त मेरे प्रभु आपके पवित्र हुजूरी में आकर खुदा आपका नाम लेने के लिए, आपके वचन के सानिध्य में बैठने के लिए परमेश्वर आपने हमें सामर्थ्य दिया, शक्ति दिया।
बल दिया परमेश्वर, आपका धन्यवाद करते हैं। हालेलुया। आज वचन के आगे हम अपने आप को समर्पण करते हैं मेरे प्रभु। जितने भी लोग पिता परमेश्वर इस प्लेटफॉर्म में जुड़े हुए हैं, एक एक जनों को, उनके परिवार को, उनके बच्चों को मेरे प्रभु, उनके प्रार्थना विषयों को यीशु प्रभु आज हम आपके हाथों में देते हैं। हालेलुया। असंभव को संभव करने वाला परमेश्वर है, हमारे विचार से परे हटकर काम करने वाला परमेश्वर है, उम्मीदों पर हालेलुया खरा उतरने वाला परमेश्वर है। हालेलुया। आज पिता परमेश्वर एक एक परिवार को, उनके विषयों को प्रभु आपके हाथों में देते हैं। वचन के आगे नम्र होकर, विनम्र होकर उस वचन को हम अपने जीवन में स्वीकार करते हैं मेरे प्रभु। हर निराशा की अवस्था में, हर तकलीफ की अवस्था में, हर परेशानी की अवस्था में प्रभु तेरा ये वचन हमें सामर्थ्य से भरने पाए मेरे प्रभु। तेरा वचन हमें अगुवाई करने पाए मेरे प्रभु। तेरा वचन पिता परमेश्वर हर प्रतिकूल अवस्था में हमें जीवित रखने पाए प्रभु। इसके लिए हम विनती और प्रार्थना करते हैं। हालेलुया। पिता परमेश्वर हालेलुया, उस प्रत्याशा के साथ, उस उम्मीद के साथ इस वचन में बने रहने के लिए हम सबों को अपना आत्मा का सामर्थ्य में भरना मेरे प्रभु। आने वाले दिनों में अपनी महिमा के लिए मेरे प्रभु दास लोगों को सामर्थ्य के साथ, अभिषेक के साथ इस्तेमाल करना मेरे प्रभु। पिता परमेश्वर हालेलुया, प्रभु का दास के लिए धन्यवाद करते हैं जो वचन आज उन्होंने हमारे बीच में बांटा प्रभु। पिता परमेश्वर वो जो सामर्थ्य दिया, जो अभिषेक दिया, उसके लिए हम आपका शुक्रिया अदा करते हैं। आने वाले दिनों में मेरे प्रभु हालेलुया दास को और भी सामर्थ्य के साथ कई अन्य लोगों के बीच में, कई नए प्लेटफॉर्म पर मेरे प्रभु तो इस्तेमाल करने जा रहा है, इसके लिए धन्यवाद करते हैं। हालेलुया। पिता परमेश्वर हालेलुया, आगे की प्रार्थना मीटिंगों को भी पिता परमेश्वर तेरे हाथों में समर्पण करते हैं। नए अभिषेक के साथ, आत्मा के नए पिता परमेश्वर हालेलुया सामर्थ्य में हम सबको प्रभु तो इस्तेमाल करना। पिता परमेश्वर हमें सामर्थ्य और बल से भरना मेरे प्रभु। हालेलुया। प्रभु का दास पास्टर जॉनसन को आपके हाथों में देते हैं। पिता परमेश्वर अपनी करुणा में, अपनी दया में उन्हें संभाल के रखा, धन्यवाद करते हैं। दास की सेवकाई को अनुग्रह आशीष करना मेरे प्रभु। आने वाले दिनों में मेरे प्रभु हालेलुया उनके सेवकाई को तो पिता परमेश्वर कई गुना बढ़ाने जा रहा है, इसके लिए धन्यवाद करते हैं। जो सामर्थ्य, जो अभिषेक उनको दिया प्रभु आपकी महिमा के लिए, इन आने वाले दिनों में वो बखूब इस्तेमाल हो जाने पाए। हालेलुया। दासी के लिए प्रार्थना करते हैं, उन्हें भी प्रभु अपने सामर्थ्य के साथ मेरे प्रभु पिता परमेश्वर कई लोगों के लिए तो इस्तेमाल करने जा रहा है, इसके लिए धन्यवाद करते हैं। एक बार फिर इस पूरे पिता परमेश्वर हालेलुया ग्रुप को प्रभु आपके हाथों में देते हैं। पिता परमेश्वर आज की मीटिंग में शुरू से आखिरी पल तक प्रभु आत्मा के संरक्षण में हमें चलाया, संभाला, हम धन्यवाद करते हैं प्रभु। आपके पवित्र हाथों में हम अपने आप को नम्र और विनम्र करते हैं। अभी पिता परमेश्वर जब हम यहाँ से विदा हो रहे हैं, हम सबके साथ अपना पवित्र आत्मा का सामर्थ्य बना के रखना। रात को सोते वक्त प्रभु अपने दर्शनों के द्वारा तू हमसे बात करना मेरे प्रभु। कल सुबह उठकर नए पिता परमेश्वर हालेलुया गवाही के साथ, नए सामर्थ्य के साथ प्रभु तेरे सानिध्य में हम आने पाए प्रभु। तूने ऐसा ही हम सबके जीवन में किया, इसके लिए धन्यवाद करते हैं प्रभु। आदर, महिमा और जलाल आपको ही हम देते हैं। इस दुआ को, इस विनती को यीशु नासरी आपका पवित्र और मीठे नाम में मांग लेते हैं। सुन और कबूल कर पिता। आमीन। ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാരുടെ കൂട്ടായ്മയും കരുതലും കാവലും സഹവാസം ഇപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേൽ ഇപ്പോൾ പിരിയുന്ന പ്രിയപ്പെട്ട മേൽ ഭൂമിയിലെ സകല വിശുദ്ധന്മാരെയും തമ്മിൽ കണ്ടുമുട്ടുവരെയും കർത്താവിന്റെ രണ്ടാമത്തെ അവരോട് ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.